എത്ര ഒരു വിശ്വാസത്തിൽ എടുക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ ജീവിതത്തിൽ ചില ഘട്ടങ്ങളിൽ കൂടെ നമ്മൾ കടന്നു പോകും. പ്രാരംഭത്തിൽ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിട്ടെ, ചില ഘട്ടങ്ങളിൽ കൂടെ ദൈവം നമ്മളെ നടത്തിക്കൊണ്ടുപോകും. ഈ ഘട്ടത്തിനകത്ത് നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് ചിലപ്പം പിന്മാറിപ്പോകാനുള്ള സാഹചര്യങ്ങൾ വരും. ചിലപ്പോൾ നമ്മൾ പെട്ടെന്നൊരു ബ്ലെസ്ഡ് ആവും, പെട്ടെന്നൊരു അനുഗ്രഹത്തിലേക്ക് പോകും. അനുഗ്രഹത്തിലേക്ക് പോകുമെന്ന് പറയുമ്പോൾ സാമ്പത്തികം മാത്രമല്ല, ആരോഗ്യം കൊണ്ട് അനുഗ്രഹിക്കപ്പെടുന്നവർ വരും, തൊഴിൽപരമായി അനുഗ്രഹങ്ങൾ വരാം, തലമുറയുടെ അനുഗ്രഹങ്ങൾ വരാം. ഇതെല്ലാം ദൈവത്താൽ ചിലപ്പോൾ സംഭവിക്കും. പക്ഷെ അതെല്ലാം ഒരു പരീക്ഷയുടെ കാലഘട്ടമാണെന്ന് തിരിച്ചറിയണം. പെട്ടെന്ന് ചിലപ്പോൾ നമ്മുടെ മേലെ ശുശ്രൂഷകൾ വെളിപ്പെടാം. നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്ന് ചില പുതുവഴികൾ നമ്മുടെ ദൈവത്താൽ തുറക്കപ്പെടാം, ഒക്കെ സംഭവിക്കും. പക്ഷെ അതെല്ലാം പറയുന്നു പരീക്ഷയുടെ കാലഘട്ടമാണ്. എന്നാൽ ഈ പരീക്ഷയുടെ കാലഘട്ടത്തിനകത്ത് നിന്നാണ് നമ്മളെ ഒന്ന് ഫിൽട്ടർ ചെയ്യും, ഒരു ശുദ്ധീകരണം ഉണ്ടാകും. ഈ ശുദ്ധീകരണത്തിലേക്ക് വരുമ്പോൾ പലരും വിശ്വാസത്തിൽ നിന്ന് വിട്ടുപോകും, ചിലർ വീണുപോകും. ചിലതിലേക്ക് ദൈവം നമ്മളെ ഇടുമ്പോൾ നമ്മൾ അറിയണം, ചില മേഖലകളൊക്കെ നമുക്ക് വേണ്ടി തുറക്കുമ്പോൾ നമ്മുടെ അകത്ത് തുറന്ന് നമ്മുടെ ഭക്തി കൊണ്ടോ നമ്മുടെ ശക്തി കൊണ്ടോ എന്നൊക്കെ നമുക്കൊരു തോന്നൽ വരും. പത്രോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, സുന്ദരമെന്ന ഗോപുരത്തിൻ്റെ മുൻപിൽ സൗഖ്യമായവൻ്റെ കാര്യം പറയുന്നു, ഞങ്ങളുടെ ഭക്തി കൊണ്ടോ ഞങ്ങളുടെ ശക്തി കൊണ്ടോ അല്ല, അവൻ്റെ കരുണ കൊണ്ടാണ്. അപ്പോൾ ദൈവത്തിന് എവിടെല്ലാം മഹത്വം കൊടുക്കുന്ന ജനത്തെ കാണാം. ക്രിസ്തുവിൻ്റെ താഴ്മ നമ്മളിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ക്രിസ്തുവിനോട് അനുകാരികളാകുന്നത്. ക്രിസ്തുവിൻ്റെ ഭാവത്തിലേക്കും ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിലേക്കും, അതാ ഞാൻ പറഞ്ഞത്, പുകഴാൻ ഒത്തിരി കാണും, പ്രശംസിപ്പാൻ ഒത്തിരി കാണും. പൗലോസ് പറയുന്ന പോലെ പുകഴാനും പ്രശംസിപ്പാനും ഉണ്ടെങ്കിൽ ഒരുവൻ്റെ നാമത്തിൽ മാത്രമായി മാറുക. ഹല്ലേലൂയ. ആ കർത്താവിനോട് ചേർന്ന് നടക്കുന്നൊരു സമയം വന്നാൽ, ഇന്ന് പകലിൽ പറഞ്ഞു, പിശാച് നിങ്ങളെ തൊടത്തില്ല. ഹല്ലേലൂയ. പക്ഷെ പരീക്ഷയുടെ കാലഘട്ടത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ വിശ്വസിക്കല്ലേ, മുഴുവൻ അഭിഷേകത്തിലാണ് നിൽക്കുന്നതെന്ന്. അതിനപ്പുറേ പിശാച് നിൽപ്പുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽ ആത്മാവിൻ്റെ ശക്തിയിൽ നിൽക്കുമ്പോൾ, ആത്മാവിൻ്റെ കൃപയ്ക്കകത്ത് നിൽക്കുമ്പോൾ നമ്മളെപ്പോഴും നമ്മളെ തന്നെ ശോധന, അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, നിങ്ങൾ വിശ്വാസത്തിലിരിക്കുന്നു എന്ന് നിങ്ങളെ തന്നെ എന്ത് ചെയ്യണം? ശോധന ചെയ്തോണം. ചില പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ വിശ്വാസത്തിലാണോ എന്ന് ഇടയ്ക്കും ശോധന ചെയ്യുന്നത് നല്ലതാണ്. നമ്മൾ ചില കണക്കൂട്ടൽ നടക്കാതെ വരുമ്പോൾ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യുന്നത് നല്ലതാണ്. പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ പതറിപ്പോകാറുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവരണം ഈ ദൈവത്തെ മഹത്വം കൊടുത്ത്, മുഴുവൻ മഹത്വം കൊടുത്ത് ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ നിങ്ങളറിയാത്ത ചില മേഖലകൾ ദൈവം നിങ്ങൾക്കായി തുറന്നിട്ടുണ്ട്. ദൈവം ചില വാതിലുകളെ തുറന്നു വച്ചിരിക്കുന്നത് നമ്മൾ ചിലപ്പോൾ കണ്ടെത്തിയെന്ന് വരത്തില്ല. പക്ഷെ തക്ക സമയത്ത് ദൈവം നമുക്ക് വേണ്ടി കരുതലുകളെ നടത്തും. വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകലിൽ നമ്മൾ ഒരുമിച്ച് കർത്താവിൻ്റെ വചനത്തിലേക്ക് പ്രവേശിക്കപ്പെടുമ്പോൾ, ദൈവസന്നിധി നമ്മൾ നിൽക്കുമ്പോൾ, ഞാൻ പറയുന്നു, നമ്മുടെ മാതാപിതാക്കന്മാർ വിശ്വാസത്തിൽ വന്നതുകൊണ്ടോ, നമ്മുടെ മാതാപിതാക്കന്മാർ അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടത് കൊണ്ടോ ഒരു ദൈവ പൈതൽ രക്ഷയിൽ വരണമെന്നില്ല. രക്ഷ വ്യത്യസ്തമാണ്. ഹല്ലേലൂയ. പിതാക്കന്മാർ ചിലപ്പം വിശ്വാസത്തിൽ രക്ഷകനെ കണ്ടെത്തി ഇറങ്ങി വന്നവരായിരിക്കാം. അവരുടെ പിന്നാലെ അപ്പൻ്റെ അമ്മയുടെ കൂടെ നടക്കുന്ന തലമുറകൾ വന്ന് വെള്ളത്തിലിറങ്ങിയെന്ന് പറഞ്ഞാൽ അതൊരു രക്ഷയാകത്തില്ല. യഥാർത്ഥ ക്രിസ്തുവിനെ അറിഞ്ഞ് രക്ഷിക്കപ്പെടണം. കാരണം ഇതൊരു നടത്തിപ്പിലേക്ക് മാറുന്നതാണ്, ഇതൊരു അനുഗ്രഹത്തിലേക്ക് വരുന്ന, ഇതൊരു ത്യാഗത്തിൻ്റെ അടയാളമായി മാറേണ്ടതാണ്. ഉയർത്താനുള്ളത് ഒരുവൻ്റെ നാമത്തെ ഉയർത്തപ്പെടുകയും അവന് വേണ്ടി വില കൊടുത്ത് നിൽക്കുകയും ചെയ്യുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകലിലും പരിശുദ്ധാത്മാവ് നമ്മളോട് ശക്തിയോടുകൂടി ഇടപെടുവാൻ തക്കോണം സ്വർഗത്തിലെ ദൈവം നമ്മളോട് കരുണ ചെയ്യുന്നതിനായി കർത്താവെ അങ്ങയുടെ നാമത്തിൻ്റെ ശക്തി വെളിപ്പെടുവാൻ പൗലോസ് പറയുന്നില്ല, എനിക്കും എൻ്റെ കർത്താവിൻ്റെ ക്രൂശിലല്ലാതെ മറ്റൊന്നിലും പ്രശംസിപ്പാൻ ഇടവരാതെ കർത്താവിൻ്റെ വലിയൊരു മഹത്വം ഇന്ന് പകൽ വെളിപ്പെടും
വെളിപ്പെടുവാൻ തക്കോണം സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അത് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ, ആമേൻ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. യിരെമ്യാവിൻ്റെ പുസ്തകം, യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം. അയ്യോ യഹോവയായ കർത്താവേ, നിന്റെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും നീ ആകാശത്തെയും ഭൂമിയെ ഉണ്ടാക്കി, നിനക്ക് അസാധ്യമായത് ഒന്നുമില്ല. ഒരിക്കൽ കൂടെ ആ വാക്യം വായിക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ചേ. അയ്യോ യഹോവയായ കർത്താവേ, അയ്യോ യഹോവയായ കർത്താവേ, നിന്റെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും നീ ആകാശത്തെയും ഭൂമിയെ ഉണ്ടാക്കി, നിനക്ക് അസാധ്യമായ ഒന്നും തന്നെ ഇല്ല. ഇതാ നമ്മുടെ വിശ്വാസത്തിൽ വരേണ്ടത്. ദൈവത്തിന് അസാധ്യമായ ഒരു കാര്യവും ഇല്ല എന്ന് നമ്മൾ വിശ്വസിക്കണം. എങ്ങനെ വിശ്വസിക്കുന്നത്? ആമീൻ. നമ്മുടെ മുന്നിൽ അനേക അടയാളങ്ങളോടുകൂടി ദൈവം തമ്പുരാൻ ചെയ്തു. വിക്കനായ മോശയെടുത്ത് ജനത്തെ നടത്തുവാൻ തക്കവണ്ണം ദൈവം തമ്പുരാൻ മോശയെ പ്രാപ്തനാക്കി വെച്ചു. വെറും മത്സ്യത്തെ പിടിക്കുന്നവനെ അപ്പോസ്തലനാക്കി ദൈവം തമ്പുരാൻ മാറ്റുന്നു. യെരിഹോ മതിൽ തനിയെ താഴപ്പെടുന്നു, ചെങ്കടലുകൾ വിഭാഗിക്കപ്പെടുന്നു. ആമീൻ. ഏലിയാവിൻ്റെ മേലിരുന്ന ഒരു ചെറിയ പുതപ്പിൻ്റെ കഷ്ണം കൊണ്ട് യോർദാനെ എലീശ വഴിമാറ്റുന്നു. ഇന്ന് പകലിലറിയണം, എൻ്റെ ദൈവത്തിന് അസാധ്യമായ ഒരു കാര്യവുമില്ല. ഹല്ലേലൂയ. ഒരു കാര്യവും എൻ്റെ ദൈവത്തിന് അസാധ്യമല്ലെങ്കിൽ ഇന്ന് പകലിലും വിളിച്ചു പറയണം, അവൻ ആരാധനയ്ക്ക് യോഗ്യനായ ഒരുവനാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം കൊടുക്കുന്നെങ്കിൽ ആ ദൈവത്തിന് മഹത്വം കൊടുത്ത് നിൽക്കണം. കാരണം ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിച്ച് ഞാൻ ദൈവസന്നിധി കാണും. എൻ്റെ വിശ്വാസത്തിനകത്ത് ഞാൻ ഉറയ്ക്കുന്ന അവിടെയായിരിക്കണം. എൻ്റെ കഴിവിനെ എനിക്കറിയാം, എൻ്റെ കുലത്തെ എനിക്കറിയാം, എൻ്റെ പ്രാപ്തിയെ എനിക്കറിയാം. പക്ഷേ എൻ്റെ പ്രാപ്തിയെ കാണേണ്ടത് ആമീൻ ഇന്ന് പകലറിയാം, ദൈവത്തിൻ്റെ പ്രാപ്തി അറിഞ്ഞു നിൽക്കണം. ഹല്ലേലൂയ, ആമീൻ. അതുകൊണ്ട് ദാവീദ് പറയുന്നത്, ദാവീദിൻ്റെ പ്രാപ്തി ദാവീദിന് തിരിച്ചറിയാം. പക്ഷേ എന്നെ കൂടെയുള്ളവൻ, യോഹന്നാൻ കൂടെ പറയുക, എന്നിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. പൗലോസ് പറയുന്നത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നവനാണ്. നമ്മുടെ കൂടെ നടക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ദൈവത്തെ നമ്മൾ അറിയാതെ പോയി എന്ന് വരികിൽ, ഇവിടെ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിനകത്ത് പറയുക, യിരെമ്യാവിനെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ പറയുന്ന വാക്ക്, അയ്യോ യഹോവയായ കർത്താവേ, നിന്റെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും നീ ആകാശത്തെയും ഭൂമിയെ ഉണ്ടാക്കി. നിന്റെ പരിധി, നിന്റെ ശക്തി കൊണ്ട് ആകാശത്തെ ഉണ്ടാക്കി, ഭൂമിയെ ഉളവാക്കി. നിനക്ക് ഒരു കാര്യവും അസാധ്യമല്ല എന്ന് ഞാൻ വിശ്വസിക്കണം. ഇന്ന് പകൽ ദൈവസന്നിധി നിൽക്കുമ്പോൾ നമ്മുടെ റൂട്ട് കണ്ടുപിടിച്ചിട്ടല്ല നമ്മൾ നിൽക്കുന്നത്, നമ്മുടെ കഴിവ് കണ്ടല്ല നമ്മൾ ദൈവസന്നിധി നിൽക്കണ്ടേ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം സകലത്തിലും മതിയാകും എന്ന് എൻ്റെ അകത്തൊരു ബോധ്യം വരണം. ഈ ബോധ്യം ദൈവസന്നിധിയിൽ എനിക്ക് വെളിപ്പെടുമ്പോഴാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. ദൈവത്തിന് ശക്തനായ ദൈവം ശക്തിയോടെ പ്രവർത്തിക്കുമെന്ന് ഞാൻ തിരിച്ചറിയണം. എഫെസ് ലേഖനം എടുത്ത്, എഫെസ് ലേഖനം 3-ാം അധ്യായം 20-ാമത്തെ വാക്യം. എഫെസ് ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം. എന്നാൽ നാം ചോദിക്കുന്നതിലും, കണ്ടോ, എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ, നമ്മുടെ വ്യാപരിക്കുന്ന ശക്തി, അത് ഏത് ശക്തിയാ? പരിശുദ്ധാത്മ ശക്തിയാ. ഇവിടെ പറയുന്നു, എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരം ചെയ്യുവാൻ നമ്മൾ വ്യാപരിക്കുന്ന ശക്തി. അതാരുടെ ശക്തിയാ? നമ്മളെ നടത്തുന്ന ഒരു ശക്തി. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായത്തിനകത്ത് വരുമ്പോൾ പ്രവാചകനെ കൊണ്ട് ഒരു അസ്ഥിയുടെ താഴ്വരെ കൊണ്ട് നിർത്തുക. എന്നിട്ട് പ്രവാചകനോട് ചോദിക്കുക, ഈ അസ്ഥികൾ ജീവിക്കുമോ?
ഈ അസ്ഥികൾക്ക് ജീവൻ പകരാൻ പറ്റുമോ? പ്രവാചകൻ പറഞ്ഞു, ഇതെല്ലാം ആരറിയുന്നു? അങ്ങറിയുന്നു. വീണ്ടും പ്രവാചകനോട് പറയാ, പ്രവാചകനെ, ഈ അസ്ഥിയെ നോക്കി നീ പ്രവചിക്കുക. ഈ അസ്ഥികളെ നോക്കി നീ പ്രവചിക്കുക. ഇന്ന് പകലറിയണം, ഈ മഹാശക്തി കൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. അതുകൊണ്ട് ബൈബിൾ പറയാ, അവൻ അസാധ്യമായ ഒരു കാര്യവുമില്ല. മറിയയുടെ അടുത്ത് വരുന്ന ഗബ്രിയേൽ ദൂതൻ മറിയത്തോട് പറയുന്നു, നീ ഒരു മകനെ പ്രസവിക്കും, അവൻ യേശു എന്ന് പേരിടണം. മറിയ ന്യായമായ ഒരു കാര്യം പറഞ്ഞു, ഞാൻ പുരുഷനെ അറിയാം, ഇതെങ്ങനെ സംഭവിക്കും? ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. ഇന്ന് പകലിൽ ആമി ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ നമ്മൾ വിളിക്ക് പറയണം, എൻ്റെ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. ഹല്ലേലൂയ. ഇന്ന് പകൽ നിന്നെ അവൻ ഉയർത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിന്റെ തലമുറ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്ന് പകൽ ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അവൻ അസാധ്യമായ ഒരു കാര്യവുമില്ല. ആമി സാഹചര്യങ്ങൾ നോക്കിയിട്ടല്ല ദൈവം വിളിക്കുന്നത്. ആമി സാഹചര്യത്തിനകത്തല്ല. സക്കറിയാവിനെ വിളിക്കുമ്പോൾ എലിസബത്തിനെ കാണുമ്പോഴും ദൈവത്തിന് ഒരു കാര്യം അറിയാം. ഇവരെ ആമി സക്കറിയാവ് പറയുന്നു, ഞാൻ വൃദ്ധനായ ഒരു മനുഷ്യനാണ്. അവിടെയും പറയാൻ ഒരു ദൂതേ ഉള്ളൂ, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. അല്ല, ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്, എൻ്റെ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല? ആമി വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകലിൽ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്ന പൗലോസ് വിളിച്ചു പറയുന്നതിന്റെ കാരണം, ആമി എൻ്റെ കൂടെയുള്ളവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാ. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നവന്റെ ആത്മാവാണെങ്കിൽ ഇന്ന് പകൽ ആത്മാവിൽ അത്യന്തപരമായി ചെയ്യുവാൻ നമ്മൾ വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നു നമ്മുടെ മേൽ പകരപ്പെട്ടിരിക്കുന്നത്? അവൻ സാധാരണക്കാരന്റെ മേൽ സാധാരണക്കാരനായിരുന്ന നമ്മുടെ മേൽ പകരപ്പെട്ടിരിക്കുന്നത് സ്വർഗത്തിന്റെ ശക്തിയാണെങ്കിൽ ഇന്ന് പകലിൽ ആത്മാവിനകത്ത് വിളിച്ചു പറയണം, ആമി എൻ്റെ മേൽ പകരപ്പെട്ട ശക്തിയാൽ, ആമി എൻ്റെ മേൽ പകരപ്പെട്ട ഒരു ശക്തിയെ തിരിച്ചറിഞ്ഞപ്പോ ദാവീദ് വിളിച്ചു പറഞ്ഞു, ഞാൻ ഈ മതിൽ ചാടി കടക്കുക തന്നെ ചെയ്യും. ഇന്ന് ശക്തിയുള്ളവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ആമേൻ. നീ ഒരു സാധാരണ മനുഷ്യരായിരിക്കാം, നിന്റെ കുലം ചെറുതായിരിക്കാം, നിന്റെ നിറം കുറവായിരിക്കാം, നിനക്ക് പറയാൻ പാരമ്പര്യം കാണത്തില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ വിളിച്ചു പറയാം, സ്വർഗം നിന്റെ കൂടെ നിൽക്കാൻ തുടങ്ങിയ, സ്വർഗം നിന്റെ കൂടെ നിൽക്കാൻ തുടങ്ങിയ, ഈ സ്വർഗം നിന്റെ കൂടെ നിൽക്കാൻ തുടങ്ങിയ രാജാക്കന്മാർ നിന്നരികിലേക്ക് വരും. ഓ, അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. രാജാക്കന്മാർ നിന്നരികിലേക്ക് വരും. അഭിഷേകത്തിന്റെ ശക്തി ഉണ്ടെങ്കിൽ ഇന്ന് പകൽ നിന്നെ അന്വേഷിക്കുന്ന കാലം വിദൂരമല്ല. ഇന്ന് പകൽ ആത്മാവിന്റെ നിറവിനകത്ത് വിളിച്ചു പറ, നിന്റെ നാവിന്മേൽ ദൈവം അധികാരം കൈമാറും. നാവിന്മേൽ അധികാരങ്ങൾ കൈമാറും. ദൈവശക്തി നിന്റെ മേൽ പകരപ്പെടാൻ തുടങ്ങിയാൽ, അസാധാരണമായ പ്രവൃത്തി നിന്റെ നാവിന്മേൽ വെളിപ്പെടാൻ തുടങ്ങിയാൽ, അസാധാരണമായ പ്രവൃത്തി നാവിന്മേൽ വെളിപ്പെടാൻ തുടങ്ങിയാൽ, ഇന്ന് പകൽ വിശ്വസിച്ചോ, ദൈവം വൻ കാര്യങ്ങളെ ചെയ്തു തുടങ്ങും. ദൈവം വൻ കാര്യങ്ങളെ ചെയ്തു തുടങ്ങും. അവന്റെ വചനത്തിന്റെ ശക്തിയാൽ, അവന്റെ മഹത്വത്താൽ ഈ ഭൂമിയെ ഉളവാക്കിയെങ്കിൽ, കടലിനെ ഉളവാക്കിയെങ്കിൽ, അവൻ തന്റെ സാദൃശ്യത്തിലാക്കിയിരിക്കുന്ന മനുഷ്യനെ കൊണ്ട് അവൻ ചില പ്രവൃത്തികൾ ചെയ്യുമെങ്കിൽ ഇന്ന് പകലിൽ അവന്റെ അഭിഷേകത്തിന്റെ ശക്തി അവൻ പകരപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നവർക്കായി കർത്താവിനെ സ്തോത്രം ചെയ്യുക. അപ്പൊ ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ ശക്തിയും എൻ്റെ മേൽ പകർന്നു. ആമീൻ. യേശുവിന്റെ ശക്തിയെ യേശു പറഞ്ഞു, എൻ്റെ മേൽ പകരപ്പെട്ട അതേ ആത്മാവിനെ ഞാൻ നിങ്ങളുടെ മേൽ പകരും. ഹല്ലേലൂയ. ആത്മാവിൻ്റെ ശക്തിയിൽ അതുകൊണ്ട് ഇന്ന് പകൽ നിങ്ങൾ അറിയണം, ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല. എങ്ങനെ? എൻ്റെ കൂടെ ഇരിക്കുന്നവൻ, എന്നോട് കൂടെയുള്ളവൻ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം തീരുമാനം പറയുന്ന വാക്കിന് അവസാനം പറയും, 20ാമത്തെ വാക്യം പറയുന്ന അവസാനം തീരും പറയുക, അന്ത്യത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും. ഹല്ലേലൂയ. ഒരു നാളും ഞാൻ നിന്നെ അനാഥനായി വിടത്തില്ല. ആ ഒരു വാഗ്ദത്തം ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം പറഞ്ഞു, ഈ വാഗ്ദത്തം അകത്തുള്ളവന് സന്തോഷിക്കാൻ പറ്റും. ഈ വാഗ്ദത്തത്തെ വിശ്വസിച്ചവന് സന്തോഷിക്കാൻ പറ്റും. ഇന്ന് ചില ഞെരുക്കത്തിൽ കൂടെ പോയാലും വിശാലത അപ്പുറം വരാനുണ്ട്. ഓ, എന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറഞ്ഞു, ചില ഞെരുക്കത്തിൽ കൂടെ ഒക്കെ നടന്നു പോയാൽ അപ്പുറം ദൈവത്തിന്റെ ചില പദ്ധതികൾ വെളിപ്പെടാൻ പോവുക. ഹല്ലേലൂയ. അബ്രഹാമിന്റെ കൂടെ ലോത്ത് നടക്കുന്ന സമയത്ത്, ഹല്ലേലൂയ, ലോത്ത് അബ്രഹാമിനെ വിട്ടു മാറുമ്പോൾ അവിടെ വചനത്തിനകത്ത് നോക്കും പറയാ, ലോത്ത് നല്ല പച്ചപ്പുള്ളിടത്തേക്ക് സോദോമിലേക്ക് കൂടാരം മാറി മാറി അടിച്ചു
പോകുന്നു. പക്ഷേ അബ്രഹാം നിൽക്കുന്ന സ്ഥലം മരുഭൂമി എന്ന് തോന്നുമെങ്കിലും സ്വർഗം പറഞ്ഞു, നീ ഇടത്തോട്ടും വലത്തോട്ടും നോക്കുന്നത് മുഴുവൻ ഞാൻ അവകാശമായി തരാൻ പോവുക. ഇത് പാല് തേനും ഒഴുകുന്നതായി മാറും. ഇന്ന് പകൽ അറിയണം, നീ കണ്ടത് ചില ശൂന്യമാണെങ്കിൽ അതിനപ്പുറം നിനക്ക് വേണ്ടി ചില കരുതലുകൾ ദൈവം വരുത്തിയിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം നീ ശൂന്യമെന്ന് പോയാൽ അതിനപ്പുറേ അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവൻ പറയുന്നു. ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ലെങ്കിൽ ഇന്ന് പകൽ വിശ്വസിക്കാൻ റെഡിയായിക്കോ. ദൈവം ചില പ്രവർത്തികളിലേക്ക്, ദൈവം ചില അതിർത്തികളെ മാറ്റുമെന്ന്, ദൈവം ചില വിശാലതകൾ വരുത്തുമെന്ന്, ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന്, അത് ദൈവം ഞങ്ങളെ കൂടെ വെളിപ്പെടുമെന്ന് അതിനെ കണ്ടുകൊണ്ടാണ് പൗലോസ് പത്രോസ് അപ്പോസ്തലൻ വിളിച്ചു പറഞ്ഞു, അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേലും അവന്റെ ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് പകൽ വിളിച്ചു പറയണം, അതേ ആത്മാവിന്റെ ശക്തി ഞങ്ങളുടെ മേലുണ്ട്, ആത്മാവിന്റെ കൃപ ഞങ്ങളുടെ മേലുണ്ട്. അത്ഭുതങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നു. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവം എന്നോട് കൂടെ ഉണ്ട്. ഹല്ലേലൂയ. ഇവിടെയാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ഉറപ്പ് വരേണ്ടത്. ദൈവം എന്നോട് കൂടെ ഉണ്ടെന്ന് അങ്ങോട്ട് വിശ്വസിക്കാൻ പാടില്ല. പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ദൈവത്തെ വിശ്വസിക്കാതിരിക്കുമ്പോൾ, ദൈവത്തെ നമ്മൾ കാണേണ്ട പോലെ അല്ലെങ്കിൽ ദൈവത്തെ അനുസരിക്കാതിരിക്കുമ്പോൾ, സങ്കീർത്തനക്കാരൻ പറയുന്നൊരു വാക്കുണ്ട്, എന്നറിയോ? 66-18 വാക്യം, ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ കർത്താവ് കേൾക്കില്ലായിരുന്നു. അത്രേ ഉള്ളൂ. ഞാൻ ആരിൽ ആശ്രയം വെക്കുന്നില്ല. പ്രാർത്ഥനയ്ക്കൊരു മറുപടി വരാതിരിപ്പുണ്ടെങ്കിൽ, പ്രാർത്ഥന ദൈവസന്നിധിയിൽ കേൾക്കാതിരിപ്പുണ്ടെങ്കിൽ പരീക്ഷന് പാപമുണ്ടെന്ന് പറയാൻ പറ്റുമോ? പരീക്ഷ വന്നിട്ട് പറയുക, ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നവനാ ഞാൻ, സകലത്തിലും പ്രസാരം കൊടുക്കുന്നവനാ ഞാൻ. പുറകോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, ഈ ചുങ്കക്കാരനെ പോലെ ഞാൻ അല്ലായെങ്കിൽ കർത്താവിനെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. അപ്പൊ കണ്ണിനകത്ത് കാണുന്നതിനേക്കാൾ മുതൽ ദൈവത്തിന്റെ കാഴ്ചക്കകത്ത് നിൽക്കുന്നവരാകണം. ഇവിടെ പറയും, ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ, ക്രിസ്തുവിന്റെ സ്നേഹം എൻ്റെ അകത്തില്ലെങ്കിൽ, കർത്താവ് പറഞ്ഞു, പത്രോസിനോട് പറയുന്നുണ്ട്, പത്രോസേ, ഞാൻ നിന്റെ അരികിൽ വന്നു, നീ എനിക്ക് കുടിക്കാൻ തന്നില്ല. ഞാൻ നിന്റെ അരികിൽ വന്നു, നീ എന്നെ ചുംബിച്ചില്ല. അപ്പൊ എൻ്റെ ഹൃദയത്തിനകത്ത് എന്തുള്ളത് കൊണ്ട്? കയ്പിന്റെ, വിദ്വേഷത്തിന്റെ, പകയുടെ വേരിന്റെ അകത്ത് കിടക്കുക. പുറകെ നോക്കി പുറത്തു നോക്കി എന്നാളും സ്വോത്രം 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 പറയുന്നതിന് ഒരു കുഴപ്പമില്ല. നിങ്ങൾ ചില കാഴ്ചകളിൽ കൂടെ കർത്താവിന്റെ അരികിൽ നിൽക്കുന്നെങ്കിൽ അനുഗ്രഹിക്കപ്പെടത്തില്ല, വഴി അടയപ്പെടും. നിങ്ങൾ ദൈവത്തെ ഉപയോഗിക്കാൻ വേണ്ടി നിൽക്കുന്നെങ്കിൽ നിൽക്കല്ലേ, അപകടമാ. ഉടമ്പടിക്കകത്ത് നിൽക്കുമ്പോൾ സാധാരണ മനുഷ്യനെ നമുക്ക് വിശ്വസിപ്പിക്കാം, പക്ഷെ സ്വർഗം കാണുന്നുണ്ട്. ദൈവസന്നിധിയിൽ നിൽക്കുന്നവൻ എങ്ങനായിരിക്കണം? പിതാവിന്റെ സന്നിധിയിൽ നിന്ന് ക്രിസ്തു വിശ്വസ്തനായിരുന്നതുപോലെ ആരും വിശ്വസ്തനാകണം. ദൈവസഭയിലേക്ക് വിളിക്കുന്ന, നിന്നെ കൂട്ടായ്മയിലേക്ക് വിളിച്ചോ. കൊരിന്ത്യർ ലേഖനക്കാരൻ പറയുക, നിന്നെ കൂട്ടായ്മയിലേക്ക് വിളിച്ച ദൈവം വിശ്വസ്തനാ. ആര് വിശ്വസ്തനാന്ന് പറയുന്നു? ദൈവം വിശ്വസ്തനാ. ദൈവം വിശ്വസ്തനായിരുന്ന പോലെ ആരാകണം? അനുഗ്രഹിക്കപ്പെടണോ? തലമുറകൾ അത്ഭുതമായി മാറണമോ? ദേശത്ത് നീ വിതയ്ക്കുന്ന 100 മേനി കൊയ്യണമോ? ഒരൊറ്റ വാക്കേ ഉള്ളൂ, നീ ദൈവസന്നിധിയിൽ വിശ്വസ്തനാണെങ്കിൽ അസാധ്യങ്ങളെ ദൈവം നിനക്ക് വേണ്ടി സാധ്യമാക്കും. ദൈവസന്നിധിയിലുള്ള ഉടമ്പടി. അപ്പൊ എൻ്റെ അകത്ത് എന്താ ചിന്തിക്കുന്നേ? നമ്മൾ പല കാര്യങ്ങളിലെ, ബ്രദറെ ഞങ്ങളുടെ വിഷയത്തിന് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കണം. ഞങ്ങൾ പ്രാർത്ഥിച്ച ബ്രദറെ മറുപടി കിട്ടത്തില്ല, ബ്രദർ പ്രാർത്ഥിക്കണം. പാവപ്പെട്ട ഉദ്ദേശി വയറ് കീറി കിടക്കുക.
ഇവൻ്റെ ലക്ഷ്യം എന്നാണെന്നറിയാവോ? ഇതൊന്നും വിട്ടുപിടിച്ചിട്ട് വേണം എനിക്ക് അടുത്തടുത്തോട്ട് മാറാൻ. ഇന്ന് പകലിറഞ്ഞോ നിനക്ക് മാറാൻ പറ്റും, പക്ഷെ സ്വർഗം നിന്നെ മാറ്റി എഴുതും. ഇന്ന് പകൽ നിന്റെ അകൃത്യം നിന്റെ അകത്ത് ഉരുവിടുന്നുണ്ടെങ്കിൽ, ഇന്ന് പകലിൽ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ, ഇന്ന് പകലിൽ അറിഞ്ഞോണം സ്വർഗം. ഇവിടെ പറയുന്നു, ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം നിരൂപിക്കുന്നുവെങ്കിൽ എൻ്റെ കാര്യങ്ങൾ എന്ത് ചെയ്യത്തില്ല. ഞാനിത് നിസ്സാരമായിട്ട് ചില കാര്യങ്ങൾ കൂടെ കടന്നു പോകും. എന്താ ഞാൻ മുമ്പേ പറഞ്ഞത്? ടിപ്പിക്കലി ചില കാര്യങ്ങൾ ചില വിടുതലിൽ കൂടെ നടക്കും. നമ്മൾ സ്വയത്തെ ചിന്തിക്കും, നമ്മളിൽ കൂടെ ചില അത്ഭുതങ്ങളിൽ കൂടെ നടന്നു പോകും. എന്നാൽ അപ്പുറേക്ക് നമ്മൾ കടക്കപ്പെടുമ്പോൾ അവിടെ കൊണ്ട് ഫുൾ സ്റ്റോപ്പ് വീണു. പിന്നെ വരുന്നത് മുഴുവൻ പിഴയ്ക്കുക. ബിസിനസ് ചെയ്യുന്ന പരാജയപ്പെടുന്നു, ചെയ്യുന്നത് മുഴുവൻ പരാജയപ്പെടുന്നു. കാരണം എന്തുകൊണ്ടെന്നറിയാവോ? അബ്രഹാമിൻ്റെ അനുഗ്രഹം നമ്മുടെ മേൽ വന്നെങ്കിൽ, അബ്രഹാം അനുഗ്രഹമായിരുന്നു. തലമുറയോ ആണോ? നിങ്ങൾ എന്നാ എൻ്റെ കൂടെ ഒന്ന് വരാത്തേ? തലമുറകളെ ദൈവം അബ്രഹാമിനേക്കാൾ ശ്രേഷ്ഠതയിലേക്ക് മാറ്റി. അബ്രഹാമിൻ്റെ അകത്ത് അകൃത്യം തോന്നിയിട്ടില്ലെങ്കിൽ തലമുറയ്ക്കകത്തും അകൃത്യമില്ല. ആരവനോട് കൂടെ ഇരിപ്പുണ്ട്? അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവം. ഇന്ന് പകല് അകത്തറിഞ്ഞ് എൻ്റെ കൂടെ നിൽക്കുന്നവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവമാ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ പറയുന്നു, ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ കർത്താവ് എന്ത് ചെയ്യത്തില്ല? കേൾക്കത്തില്ല. അപ്പൊ എന്നിൽ എന്ത് വരണം? ഒരു രൂപാന്തരം വരണം. ആരുമായിട്ടുള്ള ബന്ധത്തിൽ? ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ. ആരാൽ വിളിക്കപ്പെട്ടത്? ചിലപ്പം നിൽക്കുന്ന ദൈവവൃത്തിനെ വിവേചിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. വിവേചിക്കാൻ പറ്റിയാലും പറ്റിയില്ലെങ്കിലും സ്വർഗത്തെ ഭയപ്പെടണം. ആരാൽ വിളിക്കപ്പെട്ടത്? ദൈവത്താൽ വിളിക്കപ്പെട്ടത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങളുടെ വിശ്വസ്തത വെളിപ്പെടുത്തി കൊടുക്കണം. അതെങ്ങനെ വെളിപ്പെടുത്തി കൊടുക്കും? ദൈവസഭയ്ക്കകത്ത് വെളിപ്പെടുത്തി കൊടുക്കണം. നിങ്ങളുടെ കൂട്ടുവിശ്വാസിയുടെ അടുത്ത് വെളിപ്പെടുത്തി കൊടുക്കണം. എന്തിനു വേണ്ടി ഞാനിത് പറയുന്നറിയോ? ദൈവം അസാധ്യങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ സാധ്യമാക്കണമെങ്കിൽ. നാളുകൾ കൊണ്ട് കൊട്ടിപ്പാടിയിട്ട് അനുഗ്രഹമൊന്നും വരുന്നില്ല ബ്രദറെ, ഒരു രക്ഷയില്ല. വരണം, രൂപാന്തരപ്പെടണം. എൻ്റെ കൈകളിൽ അത്ഭുതം നടക്കത്തില്ല സഹോദര, നടക്കത്തില്ല. പ്രവാചകന്മാരെ തപ്പി നടന്നിട്ട് കാര്യമില്ല. മാറ്റങ്ങൾ വരണം. അകത്തൊരു മാറ്റം വന്നാൽ ദൈവപ്രവൃത്തി നിന്റെ ഭവനത്തിനകത്ത് വെളിപ്പെടും. സങ്കീർത്തനം 81 അധ്യായത്തിൻ്റെ അതിന്റെ 13 വാക്യം ഒന്ന് വായിച്ചേ. അയ്യോ എൻ്റെ ജനം എന്റെ വാക്ക് കേൾക്കാതെയും ഇസ്രായേൽ എന്റെ വഴികളിൽ നടക്കുകയും ചെയ്തുവെങ്കിൽ കൊള്ളാം. കണ്ടോ, ദൈവം പറയുക. ഈ ദൈവം ആരാന്നാ ഞാൻ ആദ്യം പറഞ്ഞേ? അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന. നിങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ചില അത്ഭുതങ്ങളാണ്. ഞാനും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ചില അത്ഭുതങ്ങളാണ്. ഒരു വലിയ വിടുതലിനെ സ്വപ്നം കണ്ട എല്ലാവരുടെയും ജീവിതം പോകുന്നേ. കർത്താവ് വിളിച്ചപ്പോൾ ചില അത്ഭുതങ്ങളോടുകൂടിയാണ് ദൈവം വിളിച്ചത്. പിന്നെ ഒരു അത്ഭുതം നടന്നില്ല. 2000 അത്ഭുതം നടന്നു. 2008 വന്നു, വിശ്വാസത്തിൽ വന്നപ്പോൾ പിന്നെ ഒരൊറ്റ അത്ഭുതങ്ങളുമില്ല. ഇവിടെ പറയുന്നു, അയ്യോ എൻ്റെ ജനം എന്റെ വാക്ക് കേൾക്കുകയും ഇസ്രായേൽ എന്റെ വഴികളിൽ നടക്കുകയും ചെയ്തുവെങ്കിൽ കൊള്ളാം. എന്റെ വഴികളിൽ നടക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ. അപ്പൊ ദൈവം അനുഗ്രഹിക്കണ ഏത് വഴി വേണം? അങ്ങനെ ഒരു വഴിയുണ്ടോ? ആ വഴി നിന്നാലേ അനുഗ്രഹത്തിലേക്ക് പോകുള്ളൂ. അല്ലെങ്കിൽ ജാതികനെ പോലെ കൊട്ടിപ്പാടി ഇങ്ങനെ അങ്ങ് പോകാം. ലോത്ത് പോയ പോലെ അങ്ങ് പോകും. ആരെ കളിപ്പിക്കാൻ പറ്റത്തില്ലെന്ന് വിചാരിച്ചാൽ മതി. അത്ര വിചാരിച്ചാൽ മതി. അപ്പൊ ഇവിടെ പറയുന്ന വാക്യം, അയ്യോ എൻ്റെ ജനം ഇസ്രായേൽ എന്റെ വഴികളിൽ നടക്കുകയും ചെയ്തുവെങ്കിൽ കൊള്ളായിരുന്നു. എന്നാൽ ഞാൻ വായിക്കട്ടെ, 16 വാക്യം വായിച്ചു. അല്ല, നിങ്ങൾ പറയും 12 വണ്ടി പോകുന്നു. 16 വാക്യം വായിച്ചു. അവൻ മേത്തരമായ കോതമ്പ് കൊണ്ടും അവരെ പോഷിപ്പിക്കുമായിരുന്നു. ഞാൻ പാറയിൽ നിന്നുള്ള തേൻ കൊണ്ട് നിനക്ക് തൃപ്തി വരുത്തുമായിരുന്നു. ദൈവം വാഗ്ദത്തം പറഞ്ഞു. എന്റെ അകത്ത് അകൃത്യമില്ലായിരുന്നുവെങ്കിൽ, ദൈവത്തിന്റെ വഴിയിൽ ഞാൻ നടന്നിരുന്നുവെങ്കിൽ, അവൻ മേത്തരമായ
അവരെ പോഷിപ്പിക്കുമായിരുന്നു. ഞാൻ പാറയിൽ നിന്നുള്ള തേൻ കൊണ്ട് നിനക്ക് തൃപ്തി വരുത്തുമായിരുന്നു. നീ സകലത്തിലും തൃപ്തി വന്നേനെ. ഞാനൊരു അനുഗ്രഹമായി മാറിയനെ. ദേശത്ത് തൊടുന്നതല്ല 100 മേനി ആയനെ. ആവർത്തന പുസ്തകം 28 പറഞ്ഞ പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെട്ടേനെ. ഇന്ന് അനുഗ്രഹിക്കപ്പെടാതിരിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് ഉയർത്തപ്പെടാതിരിക്കുന്നുണ്ടെങ്കിൽ, ആത്മാവ് വെളിപ്പെടുത്താതിരിക്കുന്നുണ്ടെങ്കിൽ എവിടെയോ തിരുത്തപ്പെടുവാനുണ്ട്. അപ്പൊ ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ പറ്റും. എന്നെ വിളിച്ച ദൈവം അത്ഭുതത്തിന്റെ ദൈവമാണ്. എന്നെ വിളിച്ച ദൈവം ചെങ്കടലിനെ വിഭാഗിച്ച ദൈവമാണ്. എന്നെ വിളിച്ച ദൈവം യെറിഹോ മതിൽ ഭൂമിക്കടിയിലേക്ക് താഴ്ത്തിവിട്ടവനാ. അത്ഭുതങ്ങളെല്ലാം ഞാൻ വചനത്തെ കാണുന്നു, പക്ഷെ എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുന്നില്ല. എൻ്റെ ജീവിതത്തിൽ അത് വെളിപ്പെടണമെങ്കിൽ അവൻ്റെ വഴിയിൽ നടക്കണമെന്ന് ബൈബിൾ പറയുന്നു. യോഹന്നാൻ 10:10 പറയുക, പിശാചിനൊരു ലക്ഷ്യമുണ്ട്. പിശാച് അറക്കാനും മുടിപ്പാനും മോഷ്ടിപ്പാനും അത്രേ വന്നത്. യേശു പറയുന്നു, ഞാനോ സമൃദ്ധിയായി ജീവനെ നൽകുവാനാണ് വന്നത്. വ്യത്യാസം രണ്ട്. രക്ഷിക്കപ്പെട്ട എങ്കിലും ഈ വഴി നടക്കരുതെന്ന് ആരാഗ്രഹിക്കുന്നു? ദൈവം ആഗ്രഹിക്കുന്നു, അല്ല പിശാച് ആഗ്രഹിക്കുന്നു. ദൈവാത്മാവിൻ്റെ ശബ്ദം കേട്ട് നടക്കണമെന്നും അത് ഇതിലല്ലെങ്കിൽ നമ്മളിൽ എന്ത് വരുന്നോ, നമ്മുടെ ജഡം അങ്ങ് എഴുന്നേക്കും. ഒരിടത്ത് നിൽക്കുമ്പോൾ ഒരു ദൈവവൃത്യം പറയുക, ഞാനിപ്പോൾ അങ്ങോട്ട് ഇറങ്ങി വരും, രോഗി സൗഖ്യമാവും. ഞാൻ എന്നൊരു വേട് എവിടെ വരുന്നോ അവിടെ ചൊല്ലിട്ടോണം. നിനക്ക് പുകഴാനോ പ്രശംസിപ്പാനോ ഒന്നുമില്ല. പൗലോസ് പറയുന്നു, പൗലോസിൻ്റെ കയ്യിലിരിക്കുന്ന റുമാല് കൊടുത്ത് അത്ഭുതം നടത്തുമ്പോഴും, അവൻ്റെ കയ്യിലിരിക്കുന്ന ഉത്തരീയം കൊടുത്തുവിട്ട് അത്ഭുതങ്ങൾ നടത്തുമ്പോഴും പൗലോസ് പറഞ്ഞു, എനിക്കോ എൻ്റെ കർത്താവിൽ, എൻ്റെ ക്രൂശിലല്ലാതെ മറ്റൊന്നിലും പ്രശംസിപ്പാനില്ല. ഹല്ലേലൂയ. ഇന്ന് പകലിൽ ആത്മാവിനകത്തറിയണം, ആത്മാവിൻ്റെ കൃപയ്ക്കകത്തറിയണം, ദൈവത്തിൻ്റെ പ്രവൃത്തിയിലേക്ക് എന്ത് ചെയ്യണം? ദൈവ വഴിയിൽ നമ്മൾ നിൽക്കണം. ദൈവത്തോടു കൂടെ നമ്മുടെ പ്രാർത്ഥനാ ജീവിതം, നമ്മുടെ എല്ലാ മണ്ഡലങ്ങളിലും ആരോട് കൂടെ കാണണം? ഓട്ടോമാറ്റിക്കലി നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾ പണി കൊടുത്ത് നടക്കുകയാണ്, തമ്പുരാൻ അവസാനം ഒരു പണി തരും. അപ്പോൾ നമ്മുടെ അകത്ത് എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? നമ്മളെപ്പോഴും രൂപാന്തരപ്പെടുക. എങ്ങനെ രൂപാന്തരം? ക്രിസ്തുവിൻ്റെ ഭാവം തന്നെ നമ്മളിലുണ്ടാകണം. 2 കൊരിന്ത്യർ 5-ാം 7-ാമത്തെ വാക്യം എടുത്ത്. 2 കൊരിന്ത്യർ 5-ാം അധ്യായം, 2 കൊരിന്ത്യർ 5-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. കാഴ്ചയാലല്ല വിശ്വാസത്താലത്രേ. അപ്പൊ ഞാൻ കർത്താവിന്റെ വഴിയിലാണ് നടക്കുന്നതെന്ന് എനിക്ക് ബോധ്യമുണ്ടെങ്കിൽ എങ്ങനെ നടക്കണം? വിശ്വാസത്താൽ. കാഴ്ചയാലല്ല ഞാൻ നടക്കുന്നത്. ഈ വിശ്വാസം അകത്ത് വർദ്ധിക്കണമെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ദൈവം എനിക്ക് വേണ്ടി അത്ഭുത വഴികളെ തുറക്കുമെന്നും എൻ്റെ തലമുറയ്ക്കകത്ത് ക്ഷാമകാലത്ത് അവർ വിതച്ചത് 100 മേനിയായി വരുമെന്നും ഞാൻ വിശ്വസിക്കണമെങ്കിൽ ഞാൻ എങ്ങനെ ആയിരിക്കണം? ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുന്നവനും അകൃത്യം ചിന്തിക്കാത്തവനുമാകണം. ദൈവം പറയുക, നിങ്ങളെ മേൽത്തരമായ ഗോതമ്പ് കൊണ്ട് പോഷിപ്പിക്കണമെന്നും പാറയെ പിളർന്ന് നല്ല തേൻ കൊണ്ട് നിങ്ങളെ തൃപ്തിപ്പെടുത്തണമെന്നൊക്കെ ആരാഗ്രഹിക്കുന്നു? ദൈവം ആഗ്രഹിക്കും. പക്ഷെ നിങ്ങളുടെ പ്രാർത്ഥന എങ്ങോട്ട് പോകുന്നില്ല, ദൈവസന്നിധി പോകുന്നില്ല. എന്തുകൊണ്ട്? അകൃത്യം അകത്തിരിക്കുന്നത് കൊണ്ട്. പിടികിട്ടുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഇവിടെ പറയുന്നു, ദൈവ വഴി നടക്കുന്നവൻ പറഞ്ഞു, കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്ര ഞങ്ങൾ നടക്കും. ധൈര്യത്തോടെ വിളിച്ചു പറയാൻ പറ്റുമോ? ഇന്ന് ഞങ്ങൾ നടക്കുന്ന വിശ്വാസത്താലാ. ദൈവം ചില വാഗ്ദത്തങ്ങൾ ദൈവം എൻ്റെ മേലും എൻ്റെ തലമുറയുടെ മേലും ഇട്ടിട്ടുണ്ടെങ്കിൽ അത് വന്ന് ചേരുമെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ദൈവ വഴി നടക്കുന്ന ഒരുവന് ധൈര്യത്തോടെ വിളിച്ചു പറയാം, നിന്റെ ദേശത്തിനകത്ത് ക്ഷാമം വന്നാൽ കാക്ക നിനക്ക് വേണ്ടി ഒരുങ്ങിയിട്ടുണ്ട്. സറാഫത്തിലെ വിധവ ആത്മഹത്യക്ക് ചെയ്തിരുന്നാൽ അവിടെ സ്വർഗത്തിൽ
സ്വർഗത്തിലെ ദൈവം അവിടെ നാവിനെ നിറയ്ക്കുന്ന ഒരു ദൈവം ഇരിപ്പുണ്ട്. ഇന്ന് പകൽ വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ആമീൻ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവത്തെ അത്രേ ഞാൻ ഇന്ന് പകൽ ആരാധിക്കുന്നത്. വിശ്വസിക്കുന്നവർ മാത്രം കർത്താവിനെ സ്തോത്രം ചെയ്യും. അതുകൊണ്ട് പറയുന്നു, അവന്റെ വഴി നിൽക്കുന്നവർ പറയുന്നത് കാഴ്ചയാലല്ല. അങ്ങനെ നടക്കുന്ന എത്ര പേരുണ്ട് ഇതിനകത്ത്? മോശ ചെങ്കടലിന് മുന്നേ ഒന്ന് നിലവിളിക്കാൻ തുടങ്ങി. പുറയിൽ ശത്രു സൈന്യം നിൽക്കുക, മുന്നിൽ ചെങ്കടൽ നിൽക്കുക. വഴികൾ അടയപ്പെട്ടു. മോശ നിലവിളിക്കുമ്പോൾ സ്വർഗം ചോദിക്കുക, മോശെ നിലവിളിക്കുന്നത് എന്ത്? മോശെ നിലവിളിക്കുന്നത് എന്ത്? നീ മുൻപോട്ട് പോകാന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം വരിക. ഇന്ന് പകൽ പ്രതിസന്ധിക്കകത്തു നിന്നാലും ഞാൻ പറയാം, നീ നടക്കുന്ന വഴി കറക്റ്റ് ആണെങ്കിൽ മുന്നോട്ട് പോകാൻ സ്വർഗം നിന്നോട് ഇടപെടുക തന്നെ ചെയ്യും. എന്നിട്ട് അവിടെ നിന്ന് മോശ പറയുന്നൊരു വാക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാ. മോശ തിരിഞ്ഞ് ജനത്തെ നോക്കിയിട്ട് പറഞ്ഞു, ഇന്ന് യഹോവ നമുക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യാൻ പോവാ. വിശ്വസിക്കുക മാത്രം കർത്താവിനെ സ്തോത്രം ചെയ്യും. ഇന്ന് വിശ്വാസത്തിനകത്താ നീ നിൽക്കുന്നെങ്കിൽ ദൈവം ചില അത്ഭുത വഴികളെ, ദൈവം നിന്റെ തലമുറയ്ക്കകത്ത് വലിയ അത്ഭുത വഴികളെ ദൈവം ഇന്ന് പകൽ തുറക്കുമെന്ന്. തലമുറയ്ക്ക് വേണ്ടിയുള്ള കരുതൽ ദൈവത്തിന്റെ ഇന്ന് പകൽ നിന്റെ ജീവിതത്തിനകത്ത്, നീ ചെയ്യുന്ന ബിസിനസ്സിനകത്താകാം, നീ ചെയ്യുന്ന ജോലിയിലാകാം, നീ എന്തിൽ ചെയ്യുന്നോ അവിടെ ഒരു വർധനവ് വരാൻ പോകുകയാണ്. ആത്മ കണ്ട് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അപ്പൊ വിശ്വാസത്തിൽ ഒരു നടപ്പ് ആർക്കേ പറ്റുള്ളൂ? പിടികിട്ടുവോ? വിശ്വാസത്തിൽ ഒരു നടപ്പ്. വിശ്വാസത്തിൽ നിൽക്കുന്ന നടപ്പ് നടത്തുന്നവൻ ആരാധന കണ്ടാ അറിയാം. വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യും. വിശ്വാസത്തിനകത്ത് നിൽക്കുന്നവന്റെ കയ്യടി കണ്ടാൽ അറിയാം. വിശ്വാസത്തിൽ നടക്കാത്തവൻ അപ്പം മറച്ചിടുന്ന പോലെ ഇങ്ങനെ അടിക്കുമ്പോൾ അറിയാം ഇവൻ വിശ്വാസത്തിലൊന്നും അല്ലെന്ന്. പിടികിട്ടിയോ? വിശ്വസിക്കുന്നവൻ വായ്കളെ തുറന്ന് ദൈവത്തെ ആരാധിക്കും. അവന് പറയാനുള്ളത് ഒരുവന്റെ നാമം മാത്രമേ ഉള്ളൂ, അത് യേശു കർത്താവിന്റെ നാമമാ. ഹല്ലേലൂയ. വിളിച്ചവനെ തിരിച്ചറിഞ്ഞാൽ, നാം വിടുവിച്ചവനെ തിരിച്ചറിഞ്ഞാൽ, തുള്ളിച്ചാടി ആരാധിച്ചു. നടത്തിയവനെ ഓർത്താൽ, നമ്മൾ ജയമെടുക്കുമെന്ന് പറഞ്ഞെടുത്ത് നമ്മൾ ജയമെടുത്തില്ലെങ്കിൽ, ക്രിസ്തു മുഖാന്തരം ഒരു ജയം വന്നെങ്കിൽ, ഇന്ന് പകൽ അറിഞ്ഞു അവൻ എനിക്കായി കരുതുന്നവനാകയാൽ. ഇന്ന് പകൽ വിളിച്ചു പറയണ, അവൻ എനിക്കായി കരുതുന്നവനാകയാൽ. ഇന്ന് പകൽ അത്ഭുതങ്ങളെ കാണുന്നവർക്കായി വിശ്വാസത്തെ ദൈവം കരുതുന്ന ഒരു ദൈവമുണ്ടെന്ന്, എന്നെ കരുതുന്ന, എന്നെ പോഷിപ്പിക്കുന്ന ഒരു കർത്താവുണ്ടെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അപ്പൊ നമ്മുടെ നടപ്പ് എന്തിലായിരിക്കണം? വിശ്വാസത്തിലായിരിക്കണം. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവത്തെ ഞാൻ ആരാധിക്കുന്നത്. പിന്നെ ആരാധനയ്ക്കകത്തൂടൊക്കെ ഞാൻ നോക്കിയിട്ട് ഞാൻ അനുഗ്രഹത്തിലേക്കും വഴികളിലേക്കും തുറന്നു പോകാതിരിപ്പുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ ആരാ? ദൈവമാണോ? ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ മേൽത്തരമായ ഗോതമ്പ് കൊണ്ടും പാറയുന്നൊരു തേനുകൊണ്ടൊക്കെ ഞാൻ പോഷിപ്പിച്ചേനെന്നാ പറഞ്ഞേ. പോഷിപ്പിക്കാത്തതിൻ്റെ കാര്യം എന്നാ? നിന്റെ ഹൃദയത്തിനകത്ത് എന്നാ ഉണ്ട്? കണ്ടോ? അകത്തെന്നാ ഉണ്ട്? പുറമെ പ്രൈസലോടെ ബ്രദർ ഇന്ന് വീട്ടിൽ വന്നോണ്ടാ ഭയങ്കര ചുമ്മാതാ. ഇതേ നാവ് കൊണ്ട് ഇറങ്ങി പോകാനും പറയും കുറച്ച് കഴിയുമ്പോൾ. ശകലം നാളത്തെ കാര്യമുള്ളൂ. ഒന്നൊന്ന് പച്ച പിടിച്ചോട്ടെന്ന്, ഒന്നൊന്ന് കരം പിടിച്ചോട്ടെ, എന്നിട്ട് വേണം എനിക്ക് ഇയാളോടൊന്ന് ഇറങ്ങി പോകാൻ പറയാൻ. അപ്പോൾ ഇതെല്ലാം അപ്പോൾ അകത്തെന്ത് നിരൂപിച്ചിട്ടുണ്ടേ? എത്ര നാളുകൊണ്ട് സ്വരൂപിച്ച് വെച്ചിട്ടുണ്ടെന്നറിയാവോ? എത്ര നാളുകൊണ്ട് ഈ അകൃത്യം അകത്ത് കിടക്കുമെന്നറിയോ? ഇത് മനുഷ്യൻ അറിയുന്നില്ല, സ്വർഗം അറിയുന്നുണ്ട്. ഇന്ന് പകൽ ആത്മകണ്ണിനകത്ത് കാണാം. വിശ്വാസത്തിൽ അത്ഭുതങ്ങളെ കാണണമെന്ന് വരികിൽ, നിന്റെ നിരൂപണങ്ങൾ സ്വർഗത്തിന് അനുകൂലമാകണം. നിന്റെ മനസ്സിൽ ചിന്തിക്കുന്നത് ഇന്ന് പകൽ അകത്തറിഞ്ഞോണം. ദാനിയേലിനെ ദൈവം തമ്പുരാൻ വിളിച്ച് ദാനിയേലിനെ കൊണ്ട് രാജകൊട്ടാരത്തിനകത്ത് നിൽക്കുമ്പോൾ എന്നത്തിന് വേണ്ടിയാണ് നിർത്തിയത്? ഒരു സ്വപ്നത്തെ വ്യാഖ്യാനിക്കാനാ. യോസഫിനെ കൊണ്ടുപോയി കൊട്ടാരത്തിൽ നിർത്തുമ്പോൾ
എന്തിനു വേണ്ടിയാ? ഒരു സ്വപ്നം, വേറൊരുത്തം കണ്ട സ്വപ്നം വ്യാഖ്യാനിക്കാൻ യോസേപ്പിനെ കൊണ്ട് നിർത്തിയ എന്ന് പറഞ്ഞാൽ നിന്റെ സ്വപ്നത്തെ പോലും തിരിച്ചറിയുന്ന ഒരു ദൈവമാണ് ഇന്ന് പകലറിയണം. നീ കണ്ട സ്വപ്നം വേറൊരുത്തനെ കൊണ്ട് ആത്മാവ് കൊണ്ട് വ്യാഖ്യാനിക്കുന്ന ഒരു ദൈവത്തെയാ. അപ്പം നിന്റെ അകത്ത് ചിന്തിക്കുന്നതിന് ഇന്ന് പകൽ ഓർന്നേ എത്ര അകത്ത് ചിന്തിക്കുന്ന അകൃത്യത്തെ ആര് കാണുന്നുണ്ട്? ഇന്ന് പകലിൽ അറിഞ്ഞോണം, നിന്റെ ചിന്തകളെ പോലും വിവേചിക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അപ്പോൾ അനുഗ്രഹത്തിലേക്ക് മാറണമെങ്കിൽ, ദൈവപ്രവൃത്തിയിലേക്ക് മാറണമെങ്കിൽ നമ്മുടെ എന്ത് ചെയ്യണം? നമ്മുടെ ഹൃദയത്തിൻ്റെ അകൃത്യങ്ങളെ മാറ്റിവെക്കണം. രണ്ടാമത് പറഞ്ഞു, അവൻ്റെ വഴികളിൽ എന്ത് ചെയ്യണം? അവൻ്റെ വഴികളിൽ നടന്നാൽ മതി. ഈ രണ്ട് കാര്യം നിങ്ങളുടെ അകത്തുനിന്ന് കൊണ്ടുവരാൻ റെഡിയാണ്. അവൻ്റെ വഴികളിൽ നടക്കാൻ റെഡിയാണെങ്കിൽ മൂന്നാമത്തെ സ്റ്റെപ്പ് ദൈവം നിനക്ക് വെച്ചിരിക്കുക. വിശ്വാസത്തോടെ നടന്നോളുക. നിന്റെ മുൻപിലുള്ള ചെങ്കടലാണെങ്കിലും അത് നിനക്ക് വേണ്ടി വഴിമാറും. നിന്റെ മുൻപിലുള്ള എറിഹോ മതിലാണെങ്കിൽ അത് വഴിമാറും. വിശ്വാസത്തോടെ നടന്നു, വിശ്വാസത്തോടെ നടന്നു. തലമുറയോട് ഞാൻ വിളിച്ചു പറയാം, വിശ്വാസത്തോടെ നിൽക്കാൻ റെഡിയായിക്കോ. നിനക്ക് വേണ്ടി ദൈവം തമ്പുരാൻ വെച്ചിരിക്കുന്ന ഒന്നെന്നാണെന്നറിയോ? ആ പട്ടണത്തിനകത്തൊരു അനുഗ്രഹമുണ്ടെങ്കിൽ അത് നിന്റെ തലമുറയ്ക്കുള്ളതാ. പട്ടണത്തിനകത്ത്, ആ രാജ്യത്തിനകത്ത് ഒരു അനുഗ്രഹമുണ്ടെങ്കിൽ അത് നിന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം തമ്പുരാൻ വെച്ചിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ മാത്രം കർത്താവിനെ സ്തോത്രം ചെയ്യും. ഇന്ന് പകലിൽ എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു? വിളിച്ച ഒരു ദൈവം വിശ്വസ്തനായ ഒരു ദൈവമാണ്. അപ്പൊ ദൈവത്തിന്റെ പ്രവൃത്തിക്ക് എന്ത് ചെയ്യുന്നില്ല? ദൈവത്തിന്റെ പ്രവൃത്തിക്ക് ഒരു കുറവുമില്ല. പക്ഷെ ആ പ്രവൃത്തി ആരിൽ വെളിപ്പെടുന്നില്ല? നമ്മളിൽ വെളിപ്പെടാതിരിക്കുന്നതിൻ്റെ കാരണം നമ്മളാണ് കാരണക്കാരൻ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിൽ ഒരു മാറ്റത്തെ കൊണ്ടുവെത്തിക്കണം. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യും. എത്ര ഒരു വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഹല്ലേലൂയ. അപ്പൊ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിന്നാൽ ദൈവം അടുത്ത മേഖലയിലേക്ക് ദൈവം മാറ്റും. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 14-ാം അധ്യായം 15-ാമത്തെ വാക്യം. വൈകുന്നേരമായപ്പോൾ ശിഷ്യന്മാർ അവന്റെ അടുക്കൽ ചെന്നു. ഈ സ്ഥലം മരുഭൂമിയല്ലോ, നേരവും വൈകി. പുരുഷാരം ഗ്രാമങ്ങളിൽ പോയി ഭക്ഷണ സാധനങ്ങൾ കൊള്ളേണ്ടതിന് അവരെ പറഞ്ഞയക്കണമെന്ന് പറഞ്ഞു. പുരുഷാരം പട്ടണങ്ങളിൽ പോയി ഭക്ഷണ സാധനം കൊള്ളേണ്ടതിന് എന്ത് ചെയ്യണം? അവരെ പറഞ്ഞയക്കണമെന്ന് പറഞ്ഞു. യേശു അവരോട്, അവർ പോകുവാൻ ആവശ്യമില്ല. കർത്താവ് ഇത്രേ പറഞ്ഞുള്ളൂ. നിങ്ങളുടെ ചില കാൽക്കുലേഷൻസ് ഇപ്പോണ്ട്, നിങ്ങളുടെ ചില കണക്കൂടലുണ്ട്. ദൈവത്തിൻ്റെ കണക്കൂടലുണ്ട്. ആരെക്കുറിച്ച്? നമ്മളെക്കുറിച്ച്. ഇവർ പറയുന്ന വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചേ. ഈ പുരുഷാരത്തെ എന്ത് ചെയ്യണം? ഗ്രാമങ്ങളിൽ പോയി അവരുടെ വീട്ടിൽ പോയി ഭക്ഷണം കൊണ്ടുവരാൻ വേണ്ടി എന്ത് ചെയ്യണം? പറഞ്ഞയക്കണം. യേശു അവരോട് അവർ പോകുവാൻ ആവശ്യമില്ല. നിങ്ങൾ ഇന്ന് ഭാരപ്പെടുന്ന ചില വിഷയങ്ങളുടെ മുകളിൽ നിന്നുകൊണ്ട് നിങ്ങൾ ചില കണക്കൂട്ടൽ നടത്തുമ്പോൾ ദൈവം പറയും, നീ അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട. ആര് ചിന്തിക്കാൻ തുടങ്ങി? ഇന്ന് പകൽ പത്രോസ് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ ഒരു പറ്റം ജനം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗം ചിന്തിക്കാൻ തുടങ്ങി. ഇന്ന് പകൽ എത്ര പേര് വിശ്വസിക്കുന്നില്ല? നിനക്കുള്ള വഴി സ്വർഗം ഒരുക്കോ, നിനക്കുള്ള വഴി ദൈവം തമ്പുരാൻ ഒരുക്കോ, നീ കണ്ടിട്ടില്ലാത്ത മാർഗങ്ങൾ ഒരുക്കോ. അതുകൊണ്ട് യേശു പറയുക, അവരെ എന്ത് ചെയ്യേണ്ടവരില്ല. യേശു അവർ പോകുവാൻ ആവശ്യമില്ല. നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീനെന്ന് പറഞ്ഞു. അവർ അവനോട് 5 അപ്പവും 2 മീനുമല്ല. അവിടെ നിന്നിട്ട് യോഹന്നാനിലേക്ക് പോയി 6:8 ഒന്ന് എടുത്തേ. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 8-ാം അധ്യായം വാക്യം. യോഹന്നാൻ ഇത് തന്നെ പറയുന്നു. നോക്കിയേ, 6:8 കിട്ടിയവരെന്ന് വായിച്ചേ. ഇവിടെ ഒരു ബാലകനുണ്ട്, 5 യവത്തപ്പവും 2 മീനും ഉണ്ട്. സംഭവം ഉണ്ട്, പക്ഷേ എന്തില്ല? ഈ കാര്യങ്ങളൊന്നും നടത്താൻ ഒക്കത്തില്ല. ചില കല്യാണങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ? കല്യാണങ്ങൾ വരും, എല്ലാം ബ്രദറെ ഒന്ന് ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ഇത്രയും കുറച്ചുകൂടെ ആൾക്കാരെ കൊണ്ടുവന്നാൽ എന്താകത്തില്ല? കാനാവിലെ കല്യാണത്തിന് ഉണ്ടായിരുന്നോ ഇല്ലായിരുന്നോ? ഉണ്ടായിരുന്നു, കരുതിയിട്ടുണ്ടായിരുന്നു. എന്നാൽ കാനാവിലെ കല്യാണത്തിന് എന്തു സംഭവിച്ചു? വീഞ്ഞ് തീർന്നു പോയി. ഇവർ കരുതിയതിനേക്കാൾ ജനം വന്ന് കാണാം അല്ലേ? ഒരു പ്രതിസന്ധിക്കകത്ത് വന്നു.
ഈ പ്രതിസന്ധിക്കകത്ത് വരുമ്പോൾ ആരവിടെയുണ്ട്? യേശു അവിടെയുണ്ട്. ഇവിടെ ഇവൻ പറയുന്ന ഒരു വാക്ക് കണ്ടോ? ശിഷ്യൻ പറയുക 5 യവത്തപ്പമുണ്ട്. ഓക്കെ, അത് ശരിയാ. പക്ഷെ ഇത്രയും പേരോ? എലീശ പ്രവാചകൻ ചോദിക്കുക, സ്ത്രീയെ നിന്റെ കയ്യിൽ എന്തുണ്ട്? ഒരു ഭരണി എണ്ണയല്ലാതെ മറ്റൊന്നില്ല. എലീശയ്ക്ക് ഒരു മറുപടി പറയാനുണ്ട്. കഥകടച്ച് നിന്റെ മക്കളെയും കൂട്ടി ഭരണിയിലേക്ക് പകർന്നു തുടങ്ങിക്കൊള്ളുക. ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയാം, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവമുണ്ട്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവം നിനക്കുണ്ട്. ഇവിടെ പറയുന്നു 5 യവത്തപ്പൂ 2 മീനും ഉണ്ട്. ഈ ജനത്തിന് എന്തുള്ളൂ? ഒരുവൻ മുന്നമേ പറയുന്നു, മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നു, ഇവരെ അടുത്തുള്ള ഗ്രാമത്തിൽ പറഞ്ഞു വിടണം, ഇവർ ഭക്ഷണ സാധനങ്ങൾ ഉൾക്കൊള്ളുവാൻ പറഞ്ഞു വിടണമെന്ന് പറഞ്ഞു. യേശു പറയുന്നു അവരെ പറഞ്ഞു വിടേണ്ട ആവശ്യമില്ല. യോഹന്നാനി വന്നപ്പോൾ പറഞ്ഞു 5 യവത്തപ്പവും 2 മീനും ഉള്ളൂ. ഇത്രയും പേർക്ക് രണ്ടും ഒരേ കാര്യം. യേശു പറയുന്നു അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനാ ഞാൻ. ഇന്ന് പകൽ വിശ്വസിക്കാൻ റെഡിയാണ്. ഞാൻ വിളിച്ചു പറയാം, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു യേശു എനിക്കുണ്ട്. ഹല്ലേലൂയ. ഒരു ദൈവം എനിക്കുണ്ട്. അത് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. മത്തായിയുടെ സുവിശേഷം 14:17 വരുമ്പോൾ, മത്തായിയുടെ സുവിശേഷം 14:17 വന്നേ. അവൻ അവരോട് 5 അപ്പവും 2 മീനും അല്ലാതെ ഞങ്ങൾക്കിവിടെ ഒന്നുമില്ല എന്ന് അവൻ അവരോട് പറഞ്ഞു. 5 അപ്പവും 2 മീനും അല്ലാതെ ഇവിടെ എന്താ? ഒന്നുമില്ല. ഇന്ന് അങ്ങനെ പറയുന്ന എത്ര പേരുണ്ട്? ചില പ്രതിസന്ധിക്കകത്തൂടെ തരണം ചെയ്തു പോകുമ്പോൾ ആത്മാവിന്റെ ഒരു ഇടപെടലാണ് വരുന്നേ. ചില പ്രതിസന്ധിക്കകത്തൂടെ നീ എത്ര എണ്ണിയാലും കൂട്ടിയാലും നിന്റെ ഈ കടമ്പയൊന്ന് കടക്കാൻ പറ്റുന്ന നിന്റെ ഫണ്ടില്ല. പ്ലാനിങ് എല്ലാം ഉണ്ട്, പക്ഷെ അത് നടക്കത്തില്ല. ഇന്ന് പകല് വിളിച്ചു പറയാം, നിന്റെ അകത്ത് അകൃത്യം ചിന്തിക്കുന്നില്ലെങ്കിൽ, ദൈവത്തിന്റെ വഴിയിൽ അന്ന് നിൽക്കുന്ന നിനക്ക് ബോധ്യമുണ്ടെങ്കിൽ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവം നിനക്ക് വെളിപ്പെടും. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവം വെളിപ്പെടും. ഇന്ന് പകല് വിളിച്ചു പറയാം, അത്രയും ജനം അവിടെ നിൽക്കുമ്പോൾ അവർക്ക് പറയാം ഒന്നേ ഉള്ളൂ, 5 അപ്പവും 2 മീനും മാത്രമേ ഉള്ളൂ. പക്ഷെ യേശു പറയുന്ന വാക്കിനകത്ത് ഇത് പറയുന്ന വാക്കാണ്. 18-ാമത്തെ വാക്യം പറയുന്നു, അതിങ്ങ് കൊണ്ടുവരുവീൻ എന്ന് അവൻ പറഞ്ഞു. പിന്നെ പുരുഷാരം പുല്ലിന്മേൽ ഇരിപ്പാൻ കൽപ്പിച്ചു. അവർ പുരുഷാരം പുല്ലിന്മേൽ ഇരിപ്പാൻ കൽപ്പിച്ചു. ആ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തേക്ക് നോക്കി വാഴ്ത്തി അപ്പം നുറുക്കി ശിഷ്യന്മാരുടെ പക്കലും ശിഷ്യന്മാർ പുരുഷാരത്തിനും. ആരെ എങ്ങോട്ട് നോക്കി? സ്വർഗത്തിലേക്ക് നോക്കി. മുന്നവേ വായിച്ച വാക്യത്തിനകത്ത് പ്രാർത്ഥിക്കുന്നു, നിന്റെ അകത്ത് അകൃത്യം ചിന്തിച്ചത് കൊണ്ട് നിന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലെന്നോ? കേൾക്കുന്നില്ല. അപ്പൊ ഇവിടെ നോക്കി യേശു പ്രാർത്ഥിച്ച എങ്ങോട്ട് നോക്കിയാ? സ്വർഗത്തേക്ക് പോയി. സ്വർഗത്തേക്ക് നോക്കി പ്രാർത്ഥിച്ച പ്രാർത്ഥന ആര് കേട്ടു? ഹലോ, എൻ്റെ കൂടെ വന്നേ. വലിയ കണ്ടന്റായി മാത്രമാണ് ഞാൻ നിൽക്കുന്നത്. യേശു 5 അപ്പം എടുത്തു. യേശുവിന് ബോധ്യമുണ്ട്. ലാസറിന്റെ കല്ലറയ്ക്ക് ഇരിക്കുന്ന യേശു പറയുന്നു, നീ എപ്പോഴും എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നതിനാൽ സ്തോത്രം. പറയാൻ പറ്റുമോ ഇന്ന്? യേശു പറയുക, പ്രാർത്ഥനയാലും ഉപവാസാലും അല്ലാതെ വിട്ടുപോകത്തില്ല. ലൂക്കോസിന്റെ 18:1 പറഞ്ഞു, എപ്പോഴും എന്ത് ചെയ്തോണം. അപ്പൊ ഇവിടെ വന്നപ്പോൾ പറയുക, ഈ യേശു കർത്താവിന്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ഇരുന്നു. യേശു എങ്ങോട്ട് നോക്കി? സ്വർഗത്തിലേക്ക് നോക്കി. വാഴ്ത്തി അപ്പം ഞുറുക്കി ശിഷ്യന്മാരുടെ കൈ കൊടുത്തു. എല്ലാവരും തൃപ്തരായി. നീ ദൈവത്തിന്റെ വഴിയിൽ നടക്കുന്നുവരികിൽ, ദൈവത്തിന്റെ വഴിയിൽ നടക്കുന്നവരിൽ മേൽത്തരമായ ഗോതമ്പ് കൊണ്ട് നിന്നെ പോഷിപ്പിക്കുന്ന ഒരു ദൈവം.
മേൽത്തരമായ ഫലം കൊണ്ട് നിന്നെ പോഷിപ്പിക്കുന്ന ദൈവം, പാറയിലിരിക്കുന്ന തേൻ കൊണ്ട് നിന്നെ തൃപ്തനാക്കുന്ന ദൈവം, നിന്റെ പ്രാർത്ഥന സ്വർഗം കേൾക്കും. എത്ര പേർ വിശ്വസിക്കുന്നവർക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ട് എന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല? ദൈവത്തിന്റെ വഴിയിൽ നിൽക്കാത്തതുകൊണ്ട്. നിന്റെ തലമുറകൾ ദേശത്ത് നിന്ദിക്കപ്പെടാൻ കാരണമാകുന്നതിന് കാരണം പ്രാർത്ഥന സ്വർഗം കേൾക്കാത്തത് കൊണ്ട്. തലമുറയ്ക്കകത്ത് വഴികൾ തുറക്കപ്പെടാതിരിക്കുന്നത്, അവ ഈ പ്രാർത്ഥന കേൾക്കാതിരിക്കുന്നത് അകൃത്യം നിന്റെ അകത്ത് നിരൂപിക്കുന്നുണ്ട്. പിടികിട്ടുന്നുണ്ടോ? നിങ്ങളുടെ അകത്ത് പല ഭവനങ്ങളിലും ഡൈവോഴ്സുകളിലേക്ക് പോയിട്ട് ഭാര്യ ഒരിടത്തും ഭർത്താവ് മറ്റൊരിടത്തും വെള്ളമടിച്ച് മാറുന്നതിന്റെ കാരണം എന്നറിയോ? അകൃത്യം അകത്ത് ചിന്തിക്കുന്നുണ്ട്. എവിടെ തുടങ്ങിയത്? വിശ്വാസത്തിൽ തുടങ്ങിയത്. അപ്പൊ നമ്മുടെ അകത്ത് എന്തറിയണം? ഞാൻ ദൈവ വഴിയിലാണോ നടക്കുന്ന? ആർക്ക് ചോദന ചെയ്യണം? ദൈവമല്ല നിന്നെ ചോദന ചെയ്യണ്ട. ആര് ചോദന ചെയ്യണം? എന്റെ പ്രാർത്ഥന സ്വർഗം കേൾക്കുന്നില്ലെങ്കിൽ, യേശു കർത്താവ് 5 അപ്പം എടുത്ത് സ്വർഗത്തേക്ക് നോക്കി, വാഴ്ത്തി ഞുറുക്കി ശിഷ്യന്മാരോട് പറഞ്ഞു. എന്നാ പറഞ്ഞ ശിഷ്യന്മാരോട്? നിങ്ങൾ ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണം. നിങ്ങളും ഈ വഴിയിലാണെങ്കിൽ നിങ്ങളെ കൊണ്ട് ഞാൻ ഇത് ചെയ്യിക്കും. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. നിങ്ങളും ഞാൻ നിൽക്കുന്ന വഴിയിൽ കൂടെ ദൈവ വഴിയിലാണ് നിൽക്കുന്നെങ്കിൽ നിങ്ങളെ കൊണ്ടും ഇതേ അത്ഭുതങ്ങൾ ചെയ്യിക്കാൻ പോവുക. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അമ്മ അതിന്റെ 20-ാമത്തെ പേര് എല്ലാവരും തിന്ന് തൃപ്തരായി. ശേഷിച്ച കഷ്ണം 12 കുട്ട നിറച്ചു. 12 കുട്ട നിറച്ചു. എത്ര ഉണ്ടായിരുന്നു ഇവരുടെ കയ്യില്? ആണേ 5 അപ്പവും 2 മീനുമാണ്. ആണല്ലോ. കറക്റ്റ് വഴികളിൽ നിന്നവനെ ദൈവം എന്ത് ചെയ്യും? ഇന്ന് പകൽ ഏറ്റെടുത്തു. ഈ ദൂത് ഭവനങ്ങളിൽ വരും. ഈ ദൂത് ദൈവത്താൽ ഭവനങ്ങളിൽ വരും. അത് നിന്റെ തലമുറ കൊയ്തെടുക്കുന്ന കാലം വിദൂരമല്ല. അത് നിന്റെ തലമുറകൾ കൊയ്തെടുക്കുന്ന കാലം വിദൂരമല്ല. അത് നിന്റെ തലമുറയ്ക്കായി ദൈവം തമ്പുരാൻ വെച്ചിരിക്കുന്നതാ. അത് നിന്റെ തലമുറയെ കൊണ്ട് കൊയ്തെടുക്കും. അതുകൊണ്ടാണ് ഇവിടെ പറയുന്ന തിന്നവരെ സ്ത്രീകളും പൈതങ്ങളും കൂടാതെ 5000 പുരുഷന്മാരുണ്ടായിരുന്നു. എന്നിട്ട് പെട്ടെന്ന് വായിച്ചു. ഉടനെ യേശു താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടകിൽ കയറി തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകുവാൻ അവരെ നിർബന്ധിച്ചു. യേശു അവർക്ക് മുമ്പായി അവരോട് പറഞ്ഞു, പുരുഷാരത്തെ പറഞ്ഞിട്ട് പ്രാർത്ഥനയിൽ തനിയെ മലയിലേക്ക് എന്ത് ചെയ്തു? യേശു പ്രാർത്ഥനയിൽ നോക്കിക്കോണം. യേശു അങ്ങോട്ട് പോയി പ്രാർത്ഥിപ്പാൻ തനിയെ മലയിൽ കയറിപ്പോയി. കണ്ടോ? ആരുമായിട്ടുള്ള റിലേഷൻ കൂട്ടാൻ? ദൈവവുമായിട്ടുള്ള ബന്ധത്തെ. വൈകുന്നേരമായപ്പോൾ ഏകനായി അവിടെ ഇരുന്നു. വായിച്ചു വിട്ടോ പെട്ടെന്ന്. വൈകുന്നേരമായപ്പോൾ ഏകനായി അവിടെ ഇരുന്ന് പടകോ കരവിട്ട് പല നാഴിക ദൂരത്തായി. കാറ്റു പ്രതികൂലമാകൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു. രാത്രിയിലെ 4-ാം യാമത്തിൽ അവൻ കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ വന്നു. അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ഭ്രമിച്ചു. അതൊരു ഭൂതം എന്ന് പറഞ്ഞ് പേടിച്ചു നിലവിളിച്ചു. ഉടനെ യേശു അവരോട്, ധൈര്യപ്പെടുവിൻ, ഞാനാകും. ഇന്ന് ആത്മാവിനകത്ത് അറിഞ്ഞു. ഇന്ന് പ്രതിസന്ധി കൂടെ മുഴുവൻ വഴികളും അടയപ്പെട്ടെന്ന് തോന്നിയാലും നിന്റെ അകത്ത് അകൃത്യം നിരൂപിക്കാതെയും ദൈവത്തിന്റെ വഴി നീ നടക്കുന്നെങ്കിൽ ദൈവത്തിന് നിന്നോട് ഒരു കാര്യമേ പറയാനുള്ളൂ, നീ ഭയപ്പെടേണ്ട. ഇന്ന് നീ ഹല്ലേലൂയ എത്ര പേര് ഇന്ന് ധൈര്യപ്പെടുവേ. ഇന്ന് വിഷയങ്ങളുടെ മുന്നേ നീ ധൈര്യത്തോടെ പറഞ്ഞു, ധൈര്യപ്പെടുവേ. സ്വർഗത്തിന് ഒരു ശബ്ദമേ ഉള്ളൂ, ധൈര്യപ്പെടുവേ. പൗലോസിന്റെ മുന്നിൽ കപ്പൽ തകരപ്പെടാതിരിക്കുമ്പോ പൗലോസെ ധൈര്യപ്പെടുവേ. ഇന്ന് പകൽ എത്ര പേര് ആത്മാവിനകത്ത് വിളിച്ചു പറയൂ, പ്രതിസന്ധി വന്ന് പടക് തകരുമെന്ന അവസ്ഥ വന്നാൽ സ്വർഗത്തിന്റെ ശബ്ദം എന്റെ മുന്നേ മൊളിക്കെടുക്കോ എന്നാണ്. ധൈര്യപ്പെടുവേ, പേടിക്കണ്ട. ഇന്നൊരു ദൈവ ശബ്ദം വെളിപ്പെട്ട് പറയുക. ഇന്ന് നീ പേടിച്ചോണ്ടിരിക്കുന്ന ചില വിഷയങ്ങളുണ്ടല്ലോ, അത് വഴിമാറാൻ പോവുക. ഇന്ന് പകലിൽ പേടിച്ചുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങളുണ്ടല്ലോ, അത് ഇന്ന് പകല് വഴിമാറാൻ പോകുന്ന വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യും. മുന്നോട്ടെങ്ങനെന്നല്ല, ഇന്ന് മുന്നോട്ട് സ്വർഗം ചില വാതിൽ തുറക്കാൻ പോവുക. ഹല്ലേലൂയ. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. അതിന്റെ വാക്യങ്ങൾ വരുമ്പോ അതിന്റെ 30-ാമത്തെ വാക്യം പറയും, എന്നാൽ അവർ കാറ്റ് കണ്ട് പേടിച്ചു.
എന്നാൽ അവർ കാറ്റ് കണ്ടു പേടിച്ച് മുങ്ങിത്തുടങ്ങുകയാൽ കർത്താവേ എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. യേശു ഉടനെ കൈനീട്ടി അവനെ പിടിച്ചു. അല്പവിശ്വാസിയെ നീ എന്തിനു സംശയിച്ചു? അല്പവിശ്വാസിയെ നീ എന്തിനു സംശയിച്ചു? ഇന്ന് പകല് നിങ്ങളുടെ അകത്തറിഞ്ഞ് ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഇന്ന് വിശ്വസിച്ചാൽ മതി. നീ കർത്താവിൻ്റെ വഴിയിലും അകൃത്യം നിന്റെ ഹൃദയത്തിനകത്ത് ചിന്തിക്കാതിരിപ്പുണ്ടെങ്കിൽ ഇന്ന് വിശ്വസിച്ചു, വഴി ദൈവത്താൽ തുറക്കപ്പെടും. നിന്റെ ജീവിതത്തിനകത്ത് വഴികൾ തുറക്കപ്പെടും. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു? അതുകൊണ്ട് പറയും, നീ എന്തിനു സംശയിക്കുന്നു? ദൈവം എന്തിനാ സംശയിക്കുന്നേ? അവർ പടകിൽ കയറി അന്നേരെ കാറ്റമർന്നു. പടകിലുള്ളവർ നീ ദൈവപുത്രൻ സത്യം, നീ ദൈവത്തിന്റെ പുത്രൻ സത്യം എന്ന് പറഞ്ഞു അവനെ നമസ്കരിച്ചു. അടയപ്പെട്ട വഴികളുടെ മുന്നിൽ നിന്നുകൊണ്ട് ഞാൻ വിളിച്ചു പറയാം, ദൈവസന്നിധി വിശ്വസ്തയോടെ നിൽക്കാൻ റെഡിയാണെങ്കിൽ, ഇന്ന് പകൽ നിന്റെ നിരൂപണങ്ങൾ മാറി ചിന്തിക്കാൻ റെഡിയാണെങ്കിൽ, മനുഷ്യനെ നിനക്ക് പറഞ്ഞു പറ്റിക്കാം, പക്ഷെ ദൈവത്തെ പറഞ്ഞു പറ്റിക്കാൻ പറ്റത്തില്ല. ഇന്ന് പകൽ പൗലോസ് സ്വാമി ഫിലിപ്പോസിനോട് പറഞ്ഞു, നിന്നെ കൊണ്ട് ഞാൻ ഈ പ്രവൃത്തി ചെയ്യിക്കുമെന്ന് ദൈവം പറഞ്ഞെങ്കിൽ, ഇന്ന് പകൽ അറിഞ്ഞോ, നിനക്കായി ദൈവം ചില കരുതലുകളെ ഉണ്ട്. നിന്റെ അകത്തൊരു അകൃത്യം നിരൂപിക്കുന്നില്ലെന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? ഞങ്ങളുടെ അകത്ത് അകൃത്യം നിരൂപിക്കുന്നില്ല, ഞങ്ങൾ നടക്കുന്ന ദൈവ വഴിയിൽ തന്നെ. ആ ബോധ്യമുള്ളവർ ഞാൻ വിശ്വാസത്താൽ ചില വാതിലുകളെ ദൈവം തുറക്കാൻ പോകുക. വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിയാണെങ്കിൽ വിശ്വസിക്കുന്നവരോട് ഞാൻ വിളിച്ചു പറയാ, നിനക്ക് വേണ്ടി ചില വാതിലുകളെ സ്വർഗത്തിലെ ദൈവം തുറക്കുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേര് ഇന്ന് പകൽ വിശ്വസിക്കുന്നുണ്ട്? ആമേൻ. ഇന്ന് പകൽ വിശ്വാസത്തോടെ വിളിച്ചു പറയണം, അത്ഭുതങ്ങളിലേക്കാണ് ദൈവം എന്നെ വിളിച്ചത്. ഹല്ലേലൂയ. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട് ഇന്ന് പകലിൽ? യേശു കർത്താവ് ചെയ്ത അത്ഭുതങ്ങളെ കാണിച്ചിട്ട് പറയുക, ഇത് ആർക്ക്? നിങ്ങൾ ചെയ്യുവിൻ. കണ്ടോ, യേശുവിന്റെ പ്രാർത്ഥന എവിടെ ചെന്നു? സ്വർഗത്തിൽ ചെന്നു. അവനിൽ അകൃത്യം ഒന്നും ഇല്ല. യേശു ദൈവവഴിയിലാണ് നിന്നേ. യേശു പറയുന്നു, എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ നടക്കട്ടെ. ആമേൻ. ഇന്ന് ആത്മാവിൽ എത്ര പേര് തിരിച്ചറിയുന്നുണ്ട്? ദൈവ വഴി നടക്കുന്ന ഒരു ദൈവ പൈതലിനോട് പറയാ, നിനക്ക് വേണ്ടി ദൈവത്തിൻ്റെ കരുതലുകളെ വെളിപ്പെടും. അതുകൊണ്ട് വിശ്വാസത്തോടെ വിളിച്ചു പറഞ്ഞ എത്ര പേര് പറയുന്നുണ്ട്? ആമേൻ. 2 കൊരിന്ത്യരിനകത്ത് വിളിച്ചു പറയുന്ന പോലെ, ഹല്ലേലൂയ, 5-ാം അധ്യായത്തിൻ്റെ എത്രാമത്തെ വാക്യം വരുന്നത്? 7-ാമത്തെ വാക്യല്ലേ? 7-ാമത്തെ, കാഴ്ചയാലല്ല, ഈ കാഴ്ചയാലല്ല ഞാൻ നടക്കുന്ന എന്നതല്ല. ഇന്ന് വിശ്വസിക്കാൻ പറ്റും, എൻ്റെ പ്രാർത്ഥന സ്വർഗം കേൾക്കുന്നുണ്ടെന്ന്. ഇന്ന് വിശ്വസിക്കാൻ റെഡിയാണ്. നീ വിതച്ചതിൻ്റെ കൊയ്ത്ത് നിന്നെ മടക്കി തരാൻ പോവാ. നീ എത്ര വിതച്ചിട്ടുണ്ടോ അതിൻ്റെ മടക്കി തരാൻ പോവുക. എത്ര പേര് വിശ്വസിക്കുക? നീ വിതച്ചത്, ആത്മാവിനോട് ഇങ്ങനെ പറഞ്ഞത്, നിന്റെ ജീവിതത്തിൽ വിതച്ചതിനെ ദൈവം വർദ്ധിപ്പിച്ച് നിന്റെ കൈ തരാൻ പോവാ. വിശ്വസിക്കുന്നത് മാത്രം കർത്താവിനെ സ്തോത്രം ചെയ്യും. ഇന്ന് പകലിൽ ആത്മാവിനകത്ത് ഞാൻ വിളിച്ചു പറയാം, നീ വിതച്ചത്, നിന്റെ ഒരു ക്ഷാമകാലം ഇന്നുണ്ടെങ്കിൽ ദൈവം മടക്കി തന്ന് അനുഗ്രഹിക്കാൻ പോവുക. വിതച്ചവർ മാത്രം കർത്താവിനെ സ്തോത്രം ചെയ്യണം. വിതച്ചതിനെ ദൈവം മടക്കി തരുന്ന, അവൻ നിനക്ക് വേണ്ടി പുതുവഴികളെ തുറക്കുന്ന, ഇന്ന് കാഴ്ചയാൽ അല്ല വിശ്വാസത്താൽ. ഇന്ന് പകലിൽ ആത്മ കണ്ണിനകത്ത് കാണുന്നവർ വിളിച്ചു പറയണം, ആമേ, ഇന്ന് പകലിൽ ദൈവപ്രവൃത്തിയുടെ സമയമായി. ഇന്ന് കാഴ്ചയാൽ അല്ല ഞാൻ നടക്കുന്നത്, എന്തിനാ? വിശ്വാസത്താൽ അത്ഭുതങ്ങളെ ചെയ്യുന്നവരായി. ഹല്ലേലൂയ. നമ്മളെ കുരുക്കിക്കളയുന്ന 2 മണ്ഡലങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, എൻ്റെ നിരൂപണങ്ങൾ. ഞാൻ പറയാം, എത്ര വലിയ ഉയർന്ന തലത്തിൽ വന്നാലും ഉയരാത്തവർ കിടപ്പുണ്ട്. എത്ര തലത്തിൽ അവരുടെ ഇരിക്കുന്ന സർട്ടിഫിക്കറ്റുകളും മറ്റും കണ്ട ഭയങ്കര നിലവാരമാണ്. പക്ഷെ എവിടെ ചെന്നിട്ടില്ല, ഉയരത്തില്ല. ചിലർ ചില മേഖലകൾ ഇഷ്ടം പോലെ ചാൻസുള്ള കോഴ്സുകൾ പഠിച്ചിറങ്ങുന്ന കാണാം. ഇപ്പം അങ്ങോട്ട് പോകുന്നവന് പ്ലാനിങ് ചെയ്യും. പക്ഷേങ്കിൽ ഇവർ പഠിച്ചിറങ്ങുന്നതിന് പിറ്റേ ദിവസം ആ കോഴ്സ് വിട്ട് തടഞ്ഞു കളയും, രാജ്യങ്ങളുടെ വാതിലടയും. പിന്നെ അവർക്ക് മുന്നേറാൻ പറ്റുന്നില്ല, തടഞ്ഞിട്ടിരിക്കുക. പിന്നെ ഇതിലവിടെ ഇങ്ങനെ കിടന്ന് കറങ്ങുക. കാരണം എന്തുകൊണ്ടായിരിക്കും അങ്ങനെ വരുന്നേ? അകത്തെ നിരൂപണവേ ദൈവത്തിന് അനുകൂലമല്ല.
എന്നിട്ട് പറയുന്നവരുണ്ട്, ബ്രദറെ ഞാൻ ഈ കോഴ്സിന് പോകാൻ കാരണം പ്രവചനമാണ്. പ്രവചനാത്മാവിലാണ് എനിക്ക് ആ കോഴ്സിൽ പോയത്. ഉയർന്ന തലത്തിൽ ഞാൻ സർട്ടിഫിക്കറ്റ്, പക്ഷെ വഴി അടഞ്ഞുപോയി. ദൈവം അതുപോലെ തലമുറയെ കാണിക്കുന്നത്, ലഭിക്കപ്പെടുന്നില്ല എന്ന് പറയുന്ന തലമുറകളെ ഉണ്ടാകത്തില്ല, മക്കൾ ഉണ്ടാകത്തില്ല. മെഡിക്കൽ സയൻസ് പറയുന്നിടത്ത് തലമുറകൾ വരുന്നു കണ്ടിട്ടുണ്ട്. ദൈവം കൊടുക്കുന്നത് പിന്നീട് അവരൊരു നന്മയ്ക്കകത്ത് കയറുന്നില്ല. കാരണം എന്നാ? നിരൂപണം എവിടെ നിൽക്കുന്നേ? നിന്റെ അകത്ത് അകൃത്യം നിരൂപിക്കുന്നവരിൽ നിന്റെ പ്രാർത്ഥന കേൾക്കുന്നോ കേൾക്കത്തില്ലെന്നോ? പ്രാർത്ഥന കേട്ടിട്ടില്ലെങ്കിൽ സ്വർഗത്തിൽ നിന്നൊന്നും വരത്തില്ല. യേശു 5 അപ്പവും 2 യവത്തപ്പവും 2 മീനും എടുത്തു. എങ്ങോട്ട് എഴുന്നിട്ടി? സ്വർഗത്തിലേക്ക് എഴുതിട്ടി. ലാസറുടെ കല്ലറയുടെ വാതിൽക്ക് മുമ്പ് യേശു പറയുന്നു, നീ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നതിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. എന്നിട്ട് പറയുന്നു, ഇവർ വിശ്വസിക്കേണ്ടതിന്, ഈ ജനം എന്താ വിശ്വസിക്കേണ്ടത്? യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കേണ്ടതിന്. ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോ ലാസർ പുറത്തു വന്നെങ്കിൽ ഇന്ന് പകലിൽ ആത്മക്കണ്ണിനകത്ത് ഞാൻ വിളിച്ചു പറയാം, ആമേൻ, നീ ഹൃദയത്തിനകത്ത് അകൃത്യം നിരൂപിക്കുന്നില്ലെങ്കിൽ നിന്റെ പ്രാർത്ഥന സ്വർഗത്തിലെ ദൈവം കേൾക്കും. രണ്ടാമത്തെ കാര്യം ഞാൻ പറയുന്നു, ആമീൻ ആമീൻ, നിന്റെ ദൈവത്തിന്റെ വഴിയിൽ നീ നടക്കാൻ റെഡിയാണെങ്കിൽ, ആമീൻ, മേൽത്തരമായ ഗോതമ്പ് കൊണ്ട് ദൈവം തമ്പുരാൻ നിന്നെ പോഷിപ്പിക്കും. ഇന്ന് പകൽ എഴുതി വെച്ചോ, ദൈവത്താൽ സംഭവിക്കും. ഈ ദിവസങ്ങളിൽ രൂപാന്തരപ്പെടുത്തി മാറ്റാൻ റെഡിയാണെങ്കിൽ നീ ഇന്ന് കാണുന്നത്, അതുകൊണ്ട് പറയുന്നു, നീതിമാന്റെ തലമുറ അപ്പത്തിന് ഇറക്കേണ്ട വരത്തില്ല. അനുഗ്രഹത്തെ തടയുന്നത് പുറമെ കാണിക്കുന്നതല്ല. അതുകൊണ്ട് അവർ ചുങ്കക്കാരനായ ഒരു മനുഷ്യൻ വന്നു, ദേവാലയത്തിൽ വന്ന് ചങ്കുപൊട്ടി പറഞ്ഞു, പാപിയായ എന്നോട് കരുണ തോന്നണമേ. സ്വർഗം പറയുന്നു, അവൻ നീതീകരിക്കൂ ദൈവം. ഇന്ന് ആത്മാവിനകത്ത് തിരിച്ചറിയണം, ദൈവസഭയെ കളിപ്പിക്കാൻ പറ്റും, അവനെ കളിപ്പിക്കാൻ പറ്റത്തില്ല. എനിക്ക് നിങ്ങളുടെ മുന്നിൽ പറയാൻ പറ്റും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഉപവസിക്കുക, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയെന്ന്. പക്ഷെ സ്വർഗം കാണുന്നുണ്ട്. പണ്ടൊരിക്കലും ഒരു ദൈവഭൃത്യം പറഞ്ഞ് ഞാൻ 3 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നു, 6 മണി വരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പുള്ളിയുടെ മകൻ കൊച്ചി ചേർക്കാൻ അവൻ താട്ടോട്ടി പറഞ്ഞു, അങ്കിളെ ചുമ്മാ പറയുന്നത്, എൻ്റെ അവിടെ പപ്പ കിടന്നുറങ്ങിയെന്ന് പറഞ്ഞു. കളിപ്പിക്കാൻ പറ്റും, ആരെ കളിപ്പിക്കാൻ പറ്റത്തില്ല? ദൈവത്തെ കളിപ്പിക്കാൻ പറ്റില്ല. യേശു ഏകനായി, ആമീൻ, പടകു പല ദൂരം പോകുമ്പോൾ യേശു ഏകനായി പ്രാർത്ഥിപ്പാനിരുന്നു. അവ സ്വർഗത്തോട് പ്രാർത്ഥിച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം പറഞ്ഞു, നിങ്ങളുടെ നിരൂപണങ്ങൾ മാറാൻ റെഡിയാണെങ്കിൽ ദൈവം നിങ്ങളെ വർദ്ധിപ്പിക്കും. എത്ര പേര് ആമീൻ പറഞ്ഞിട്ടെടുക്കുക? ഇതിന് കണ്ടിന്യൂഷൻ ഉണ്ടായത്, പക്ഷേ സമയത്തിന് കുറവാണ്. ആമീൻ, ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അകത്തരണം. നിങ്ങളെ ആമീൻ, നമ്മൾ ഈ 2 വാക്യം ഒന്നുകൂടെ വായിച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കും. ആമീൻ, സങ്കീർത്തനം 66-ാം അധ്യായം 18-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 66-18 സങ്കീർത്തനം വായിച്ചു. ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ കർത്താവ് കേൾക്കില്ലായിരുന്നു. എന്റെ അകത്ത് എന്തുണ്ടെങ്കിൽ, അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ എന്റെ പ്രാർത്ഥന ആരും കേൾക്കത്തില്ല, കേൾക്കത്തില്ല. അപ്പൊ എന്റെ വിഷയത്തിന്റെ മുന്നിൽ വാതിൽ അടയപ്പെടുന്നതിന്റെ കാരണം ആരാ? ഞാൻ തന്നെയാ. എന്റെ അകത്ത് എന്നാ ഉണ്ട്? അകൃത്യമുണ്ട്. 81-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യം. 81. അയ്യോ, എന്റെ ജനം എന്റെ വാക്ക് കേൾക്കുകയും എന്ത് ചെയ്യണം? നിങ്ങൾ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്ന പറഞ്ഞേ? അധിക ബലം ഉണ്ടോ? യോശുവയുടെ പുസ്തകം 1-8 നിന്റെ വായിൽ നിന്ന് എന്ത് ചെയ്യരുത്? വചനം എന്ത് ചെയ്യരുത്? മാറിപ്പോകല്ലേ. ഇവിടെ പറയുന്നു, അയ്യോ എന്റെ ജനം എന്റെ വാക്ക് കേൾക്കുകയും ഇസ്രായേലിന്റെ വഴികളിൽ നടക്കുകയും ചെയ്തതിന് കൊള്ളായിരുന്നു. എന്നതിന് വേണ്ടിയിട്ടാ. അതിന്റെ 16-ാമത്തെ വാക്യം പറയുക, ഞാൻ എന്റെ വഴി കൂടെ നടന്നിരുന്നെങ്കിൽ ഞാൻ മേൽത്തരമായ ഗോതമ്പ് കൊണ്ട് അവരെ പോഷിപ്പിക്കുമായിരുന്നു.
ഞാൻ പാറയിൽ നിന്നുള്ള തേൻ കൊണ്ട് നിനക്ക് തൃപ്തി വരുത്തുമായിരുന്നു. 5 അപ്പം എടുത്തു, യേശു വാഴ്ത്തി അവർക്ക് കൊടുത്തപ്പോൾ അവർ പൂർണ്ണ തൃപ്തിയുള്ളവരായി. ഗലാത്യലേഖനക്കാരൻ നിങ്ങൾ സകലത്തിലും തൃപ്തിയുള്ളവരായിരിപ്പീൻ. ദൈവത്താൽ ഇന്ന് പകൽക്കാലം മരണം നിന്റെ ജീവനും ഭക്തിക്കും വേണ്ടത് മുഴുവൻ അവൻ ദാനമായി തരും. നിനക്ക് വേണ്ടി പുതുവഴികളെ തുറക്കും. നീ കണ്ടിട്ടില്ലാത്ത മേഖലകൾ ആകാശത്തിൻ്റെ കിളിവാതിലുകൾ തുറക്കും. ആകാശത്തിൻ്റെ കിളിവാതിൽ തുറക്കും. നിനക്ക് വേണ്ടുവോളം തന്ന് അനുഗ്രഹിക്കുവാൻ അവൻ സർവശക്തനായൊരു ദൈവമാണ്. ഇന്ന് പകൽ അറിയണം ദൈവവുമായിട്ടുള്ള ബന്ധത്തെ എങ്ങനെ ഉറപ്പിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, പൗലോസ് പറയുക, കൂട്ടായ്മയിലേക്ക് വിളിച്ച ദൈവം വിശ്വസ്തന. കൂട്ടായ്മയിലുണ്ടോ എന്നിടയ്ക്കൊന്ന് ശോധന ചെയ്തോണം. എത്ര ഇമ്പോർട്ടൻ്റ് ആരാധനയ്ക്ക് നിങ്ങൾ കൊടുക്കുന്നു? എത്ര സമയം പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്തുന്നു? എന്തുകൊണ്ട് അനുഗ്രഹിക്കപ്പെടുന്നില്ല? അകൃത്യം എന്ന് പറയുമ്പോൾ പാപത്തിൻ്റെ ചിന്തകളല്ല ഞാൻ പറഞ്ഞത്. യേശുവിനെ വിശ്വസിക്കാതിരിക്കുന്നത് തന്നെ അകൃത്യമാണ്. യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ ഇന്ന് പകൽ അറിയണം എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു. എല്ലാ കണ്ണുകളും ഒന്ന് അടച്ചേ. ഒരു വഴി ദൈവത്താൽ തുറക്കപ്പെടണമെന്ന് വരികിൽ എൻ്റെ ജീവിതത്തിൻ്റെ ശൈലി മാറണം. ഞാൻ ദൈവ വഴിയിൽ നിൽക്കുന്നവനാണോ? അടുത്ത തലത്തിലേക്ക് ദൈവം മാറ്റാം. ചില മേഖലകളിൽ നിന്ന് അടുത്ത മേഖലകൾ ദൈവം തമ്പുരാൻ വർദ്ധിപ്പിക്കും. ദൈവം അടുത്ത വഴികളിലേക്ക് നടത്തപ്പെടുമ്പോൾ ദൈവത്താൽ ഒരു അനുഗ്രഹിക്കപ്പെടുവാൻ പണ്ടെൻ്റെ ഒരു വിശ്വാസത്തിൽ വരുന്ന ഒരു ചെറുപ്പക്കാരൻ, ഞാനിത് പറഞ്ഞ് പ്രാർത്ഥിക്കുക, വളരെ കഷ്ടതയ്ക്കകത്തൂടെ നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. പല വീടുകളിലെ കുരുമുളക് പറിക്കാനും പാക്ക് പറിക്കാനും ഒക്കെ നടന്നൊരു യുവാവ് യേശു എന്ന രക്ഷകനെ തിരിച്ചറിഞ്ഞ് വന്ന് പ്രാർത്ഥനയിലെല്ലാം കൂടി ദൈവതമ്പുരാൻ ഒരു വാതിൽ തുറന്നു കൊടുത്തു. ഒരു 3.5-4 ഏക്കർ നിൽക്കുന്ന ഒരു വലിയ ഒരു പറമ്പിൻ്റെ ഒരു വിശ്വാസത്തിലുള്ളവരാ. ഇവൻ രക്ഷിക്കപ്പെട്ടു എന്ന് അറിഞ്ഞ അവർ സന്തോഷത്തോടെ പറഞ്ഞു, ഇതിൻ്റെ കുരുമുളക് മുഴുവൻ നീ പറിച്ചെടുക്കാൻ പറഞ്ഞു. അവനെ കൊണ്ട് ആ 4 ഏക്കറോളം വരുന്ന സ്ഥലത്തിന് കുരുമുളക് മുഴുവൻ പറിച്ച് പെരയുടെ മണ്ടയിലിട്ട് ഉണങ്ങിക്കോളാൻ പറഞ്ഞു. പെരയുടെ മണ്ടയിലെല്ലാം ഇട്ടു, ഉണങ്ങി, അത് മുഴുവൻ വേർതിരിച്ചു. ഫസ്റ്റ് ക്വാളിറ്റി, സെക്കൻഡ് ക്വാളിറ്റി. എന്നിട്ട് പുള്ളി പറഞ്ഞു, ഇതുകൊണ്ട് മുഴുവൻ വിൽക്കാൻ പറഞ്ഞു. കൊണ്ട് വിറ്റിട്ട് തിരിച്ച് ആ പൈസയായിട്ട് ഈ മനുഷ്യൻ്റെ അടുത്ത് വരുമ്പോൾ പുള്ളി പറഞ്ഞു, നീ ഇതുകൊണ്ട് ബിസിനസ് ചെയ്ത് വർദ്ധിക്കാൻ പറഞ്ഞു. ദൈവം വഴികളെ ഇട്ടു കൊടുക്കും. നിമിഷ നേരം കൊണ്ട് പല ബിസിനസ് മേഖലകളിലേക്ക് ആ ചെറുപ്പക്കാരൻ കടന്നുപോയി. തടി ബിസിനസ്സായി, മറ്റു കാര്യങ്ങളായി, പല കാര്യങ്ങൾ ചെയ്തു. പയ്യെ പയ്യെ ഉയരാൻ തുടങ്ങി. വീട്, നല്ലൊരു വീടൊക്കെ പണിതു. ഇന്ന് ഞാൻ പറയുക, ദൈവത്തിൻ്റെ വഴിയിൽ നിന്ന് വിട്ടുമാറി ആ വീട് മുഴുവൻ തകർന്ന് തരിപ്പണമായി പോയി. തലമുറകൾ വളരെ മറ്റു മേഖലകൾ നഷ്ടപ്പെട്ടു പോയി. കർത്താവ് ഒരു വഴി തുറന്നു തരുമ്പോൾ ആ വഴിയിൽ വിശ്വസ്തയോടെ നിൽക്കണം. ആമേൻ. അകൃത്യം കരുതരുത്. ദൈവത്തിൻ്റെ വഴിയിൽ നിന്ന് നന്മയും കരുണയും നിൻ്റെ ജീവിതകാലം മുഴുവനും പിന്തുടരും. ഇതെത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം. സ്വർഗത്തിലെ നല്ല പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധിയെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവവുമായിട്ടുള്ള ബന്ധത്തെ മുറിച്ചു കളയുന്ന, നിന്നെ ആരാധിക്കുവാൻ, നിന്നെ സ്തുതിക്കുവാൻ, നിന്നെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് സമയം കണ്ടെത്താതിരിക്കുന്നുവെങ്കിൽ, ദൈവത്തോട് ഞങ്ങൾ മറുതലിപ്പ് പറയുന്നുണ്ടെങ്കിൽ, ഇസ്രായേൽ ജനം മിസ്രയീമിൻ്റെ അടിമത്തത്തിൽ നിന്ന് വരുമ്പോൾ അവർ ദൈവത്തോട് മോശയോട് പെറുപെടുത്തു. അവർ മരുഭൂമിയിൽ പട്ടുപോയി ദൈവവചനം പറയുന്നു. കർത്താവെ, ഞങ്ങളെ പോറ്റി പുലർത്തിയ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ വിശ്വസ്തയോടെ നിൽക്കുമ്പോൾ, ഒരു മനുഷ്യൻ്റെ കണ്ണ് കണ്ടിട്ടില്ലാത്തതും ചെവി കേട്ടിട്ടില്ലാത്തതും ഒരു മനുഷ്യൻ്റെ മനസ്സിൽ നിരൂപിക്കാത്തതുമായ അത്ഭുത വാതിലുകളെ ദൈവം തുറന്ന് ഞങ്ങളെ മാനിക്കുന്ന കൃപയ്ക്കായ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കർത്താവേ, ഞങ്ങളങ്ങെ പ്രാർത്ഥിച്ച് ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു. കർത്താവിനാൽ ഇവരൊരു വർധനമാകട്ടെ.
കർത്താവെ, ഇവരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടക്കട്ടെ. കർത്താവെ, കാറ്റും കോളും അടിക്കുന്നിടത്ത് സ്വർഗം ഇറങ്ങി വന്ന് വിടുവിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അങ്ങയുടെ കരം നീട്ടി ഇവരെ മാനിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അത്ഭുതവാതിലുകളെ തുറക്കട്ടെ കർത്താവ്. ഇവർ പെരുപ്പത്താൽ പെരുക്കുന്നവരായി മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഇവരുടെ അതിരുകളെ മാറ്റി സ്വർഗം ഒരു വിശാലത നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചവരെ മടക്കി അയക്കുക കർത്താവ്. ഈ ദിവസങ്ങളിൽ വലിയ അത്ഭുതങ്ങൾ ഈ നവംബറിൻ്റെ 1-ാമത്തെ ഞായറാഴ്ച തന്നെ ദൈവം വലിയവ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തതിനായി സ്തോത്രം. അതേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ.